നമസ്കാരം. ഡോക്ടർ PK ബേബി പറഞ്ഞതുപോലെ ഇല്ലാതായി പോയൊരു പ്രോഗ്രാം നമ്മൾ അതിനൊരു റീബർത്ത് കൊടുത്തിരിക്കുന്നു. കുസാറ്റിൽ ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ശരിയാണ്, ഓരോ തവണ വരുമ്പോഴും വീണ്ടും വീണ്ടും വരാനുള്ള ഒരു പ്രചോദനം എന്തോ ഈ പല ഘടകങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് കുറച്ചുകൂടെ നല്ലൊരു പരിപാടി ഓഡിയൻസ് വൈസ് നടക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്യാമ്പസ് ആകെ കുഴപ്പമില്ല. നെക്ക് ഓഫ് ജിറാഫ് എന്ന് പറയുമ്പോൾ ജിറാഫ് എന്നുള്ള ജീവിയെ ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഒരു ആഫ്രിക്കൻ ജീവിയാണ്. ബേസിക്കലി നൈജർ പോലെയുള്ള രാജ്യങ്ങളിലാണ് ഇത് വളരെയധികം കാണപ്പെടുന്നത്. അധികം നമ്പറൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടൊരു ജിറാഫിനെ കാണുന്നത് മൈസൂരിൽ പോയപ്പോഴാണ്. മൈസൂരിൽ പക്ഷെ അത് എന്താണ് ജിറാഫിൻ്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാം. ജിറാഫിൻ്റെ കുറേ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് ഒരു പസിലിംഗ് കോമ്പിനേഷനാണ് ജിറാഫ്. പസിലിംഗ് ഇൻ ദ സെൻസ് ദാറ്റ് ജിറാഫിൻ്റെ ആകാരം അല്ലെങ്കിൽ അതിൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഈ ജീവി 10,000 ലക്ഷക്കണക്കിന് വർഷങ്ങളോളം നീണ്ട ആ ഒരു അതിജീവനത്തിനായുള്ള സമരത്തിൽ എങ്ങനെ ഈ ഒരു ജീവി അതിജീവിച്ചു വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ആദ്യമായിട്ട് നോക്കണം അതിൻ്റെ കാലുകൾ എന്തുമാത്രം പൊക്കമാണ്. ഒരു ജിറാഫിന് അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ എനിക്കൊരു 6 അടി പൊക്കം ഉണ്ട് എങ്കിൽ ഒരു ജിറാഫിന് 3 പേരുടെ എൻ്റെ കണക്ക് 3 പേരുടെ പൊക്കവും പിന്നെ അതിനപ്പുറം പൊക്കം ഒരു 20 അടി പൊക്കമൊക്കെ ഉണ്ടാവും ഒരു നല്ല ഒരു ആൺ ജിറാഫിന്. 16 അടി മുതൽ 20 അടി വരെയാണ്. അപ്പോൾ അതിൻ്റെ ആ കഴുത്തിന് മാത്രം തന്നെ ഒരു 7 അടി 8 അടി നീളം ഉണ്ടാവും കഴുത്തിന്. നമ്മൾ ഇതേ കണക്കൊരു ജീവി ഒരു യുണീക്ക് കോമ്പോസിഷനാണ് യഥാർത്ഥത്തിൽ ജിറാഫ്. നമുക്കറിയാം ജീവികളുടെ അതിജീവനം സംബന്ധിച്ച് ഇതേ കണക്കൊരു സ്ട്രക്ചറുള്ള ഒരു ജീവി അതിജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമുക്ക് 10,000 ജിറാഫുകൾ ഇപ്പോഴും ലഭ്യമാണ് എന്നുള്ളതാണ്. ഒരു ജിറാഫിൻ്റെ ഒരു ആവറേജ് ഭാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1200 കിലോ ഉണ്ടാവും ഒരു ആൺ ജിറാഫ്. 2000 കിലോയോട് അടുപ്പിച്ച് ഭാരമുള്ള ജിറാഫുകളുണ്ട്. എന്നുവെച്ചാൽ 2 ടൺ സാധനം നിങ്ങളുടെ മേളിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ തീരും എന്നുള്ളതാണ്. പെൺ ജിറാഫിന് കുറച്ച് വെയിറ്റ് നോർമലി കുറവാണ്. ഒരു 850 കിലോ ആണ് അതിൻ്റെ ആവറേജ് വെയിറ്റ്. ഏറ്റവും ഭാരമുള്ള പെൺ ജിറാഫ് ഏതാണ്ട് 1500 കിലോയോളം 1.5 ടണ്ണോളം വന്നിട്ടുണ്ട്. ജിറാഫിന് മറ്റൊരു പ്രത്യേകത അതിൻ്റെ നാക്കാണ്. ഒരുപക്ഷെ അതിൻ്റെ നാക്കിന് തന്നെ ചിലപ്പോൾ ഒരു 2 അടി 3 അടി നീളമുള്ള അകലെയുള്ള സാധനങ്ങൾ വരെ എടുക്കാൻ പറ്റും. ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ് അതിൻ്റെ നാക്ക്. ശരിക്കും കറുത്ത നാക്കാണ്, കരിനാക്കനാണ് ജിറാഫ്. ഈ ഇത്രയും വളരെ മിസറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പല പസിലിംഗ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എങ്കിൽ പോലും ജിറാഫ് ഒരു വലിയ ഓട്ടക്കാരനാണ്. 60 km/h മണിക്കൂറിൽ 60 കിലോമീറ്റർ ഓടാൻ കഴിയുന്ന ജീവിയാണ്. അത് ഓടുന്ന രസമാണ്. അത് മുയലിനെ പോലെയാണ്. പിൻകാലുകളിൽ നിന്നാണ് അതിൻ്റെ ആവേഗം സ്വീകരിച്ചുകൊണ്ടാണ്. ഭയങ്കര ഓട്ടമാണ്. പക്ഷെ ഭയങ്കര ഓട്ടം എന്ന് പറയുമ്പോഴും ഒരുപാട് അതിന് ഓടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജിറാഫിൻ്റെ ഫ്രണ്ട് ലെഗ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് വെച്ചാണ് ഇതിനെ ചവിട്ടിക്കൊല്ലുന്നത്. ഒരു ലയണയൊക്കെ ചവിട്ടിക്കൊല്ലുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. തൊഴിക്കും, ബാക്ക് ലെഗ് വെച്ചും തൊഴിക്കും, ഫ്രണ്ട് ലെഗ് വെച്ചും തൊഴിക്കും. ഇനി ജിറാഫിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. ജിറാഫിൻ്റെ കഴുത്ത് വളരെ നീണ്ടതാണെന്ന് അറിയാം. നമ്മളിപ്പോൾ കഴുത്തിന് നീളമുള്ളവരെയൊക്കെ ഒരു പക്ഷേ നിക് നെയിമായിട്ട് സ്കൂളുകളിലൊക്കെ വിളിച്ചിട്ടുള്ള ജിറാഫ് എന്ന ഒരു പേര് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. എന്തിനാണ് ഇത്രയും നീളമുള്ളൊരു കഴുത്ത്? നമുക്കറിയാം ഒരു ഇവല്യൂഷൻ പ്രകാരം ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അമിതമായി കഴിഞ്ഞാൽ അതിന് റിസോഴ്സ് ബേസ് അത്രയും സ്ഥലത്ത് ബ്ലഡ് എത്തിക്കണം, പോഷകങ്ങൾ എത്തിക്കണം, വളർച്ച അത് നിയന്ത്രിക്കണം ന്യൂറോളജിക്കലായിട്ട്. അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ശരിയായെങ്കിൽ മാത്രമേ ഒരു ശരീരഭാഗം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂ. മൂക്കുണ്ടെങ്കിൽ മൂക്കിൻ്റെ കാര്യം നോക്കണം മൊത്തത്തിൽ. അപ്പോൾ ഈ കഴുത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ഭാഗം ചെസ്റ്റ് മുതൽ താഴെ വരെയുള്ള ഭാഗത്തെ തലയുമായി ഘടിപ്പിക്കുന്ന ഒരു സാധനം എന്നേ ഉള്ളൂ കഴുത്തിനർത്ഥം. ഇപ്പം മീന് കഴുത്തില്ല.
പിന്നീട് ഇങ്ങോട്ട് വരുന്ന റെപ്റ്റൈൽസ് നോക്ക്, ആംബിബിയൻസ്, കഴുത്ത് ഏതാ മറ്റേ താഴെയുള്ള ഭാഗം ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. ഉരകങ്ങൾ വരുമ്പോൾ ചില ഉരകങ്ങൾ, ഇപ്പോൾ ഡൈനോസോഴ്സ് നോക്കുകയാണെങ്കിൽ അവയുടെയൊക്കെ കഴുത്ത് നീണ്ട കഴുത്തുകളുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ജിറാഫിൻ്റെ കഴുത്തിൽ ഉള്ള സെർവിക്കൽ വെർട്ടിബ്രേ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഈ കഴുത്തിലെ എല്ലിൻ്റെ എണ്ണം 7ആണ്. ഇത് മിക്ക മാമൽസിനും നമ്മൾ കാണുന്ന നമ്പർ തന്നെയാണ്. ഈ 7 നമുക്ക് 7ആണ്, ജിറാഫിന് 7ആണ്. പക്ഷെ ഒരു ജിറാഫിൻ്റെ ഈ 7 ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ, ആ എല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു എല്ലിന് തന്നെ ഏതാണ്ട് 1 അടിയോളം, 11 ഇഞ്ചാണ് അതിൻ്റെ ശരാശരി നീളം. 1 അടി നീളം ഉണ്ടാവും ഒരു എല്ലിന്. അതിൻ്റെ പോയിന്റ് ഇത്രയും വരും ഒരു എല്ലിൻ്റെ നീളം. നമ്മുടെ കഴുത്തിൻ്റെ നീളം തന്നെ വരും അതിൻ്റെ ഒരു എല്ലിന്. അപ്പോൾ അതിന് 7ആണ്, നമുക്ക് 7ആണ്. മിക്കവാറും എല്ലാ മാമൽസിനും, ഷീപ്പ് എടുത്താലും പശു എടുത്താലും പട്ടി എടുത്താലും 7 എണ്ണമാണ് കഴുത്തിൽ ഉണ്ടാവുക. അപ്പോൾ അത് കാണിക്കുന്നത് ആ സ്ട്രക്ചറിൽ, അടിസ്ഥാനപരമായ സ്ട്രക്ചറിൽ യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ എന്താണ് ജിറാഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ല് വലുതാവുകയാണ് ചെയ്തത്. ടു ബി പ്രിസൈസ് ടു ദാറ്റ് പോയിന്റ്, എല്ലിൻ്റെ നീളം വർദ്ധിക്കുകയാണ്. ഈ 7 എണ്ണം തന്നെ ഓരോന്നിൻ്റെയും നീളം വർദ്ധിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കഴുത്തിന് നീളം വർദ്ധിക്കും. അപ്പം ജിറാഫിൻ്റെ നിങ്ങൾക്കറിയാം, ജിറാഫിൻ്റെ കഴുത്തിൻ്റെ മേളിൽ കാണുന്ന ഒരു കൊമ്പുണ്ട്. അത് ഈ സ്കിന്ന് കയറി അടിഞ്ഞുണ്ടായി, അതിന് ഓസിക്കോൺസ് എന്നാണ് പറയുന്നത്. അത് ഫൈറ്റിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു കൊമ്പുണ്ടായിരിക്കുകയും അത് സ്കിന്ന് കയറി അടഞ്ഞു പോവുകയും ചെയ്താൽ ആ കൊമ്പിൻ്റെ ഗുണം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം. പക്ഷെ ഇത് അങ്ങനെ ഒരു ജനസിൽപ്പെട്ട, ഇങ്ങനെ ഓസിക്കോൺസ് ഉള്ള ഒരുപാട് ജീവികളുണ്ട്. അതിൽ ഒരു ജീവിയാണ് ജിറാഫ്. പിന്നെ അതിൻ്റെ കളേഴ്സ്, ജിറാഫിൻ്റെ കളേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്പോട്ടാണ്. ഇത് കാമോഫ്ലാഷ് ആണ് ശരിക്കും. അതായത് അതിൻ്റെ പരിസരത്തിൽ നിന്ന് അതിനെ തിരിച്ചറിയാതിരിക്കാനായിട്ടുള്ള ഒരു ഉപാധി എന്ന നിലയിൽ പരിണാമത്തിലൂടെ അനുകൂലനം കിട്ടിയ ഒരു നിറമാണ്, സ്പോട്ട്സ് ആണ് ഇതിനുള്ളത്. 2 ജിറാഫിന് ഒരിക്കലും ഒരേ സ്പോട്ട് ഉണ്ടാകില്ല. 2 സീബ്രകളുടെ സ്പോട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ വരകൾ ഒരേപോലെ ആകില്ല എന്ന് പറയുന്നത് പോലെ 2 കൈയുടെ എന്താ പറയുക, കൈരേഖ അല്ലേ, അത് ഒരേപോലെ ആകില്ല എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകും. 2 ബുക്ക് മാർക്ക് പോലെ ചെറിയ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ജിറാഫിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ജിറാഫ് നിന്നുകൊണ്ട് ഉറങ്ങുന്ന ജീവിയാണ്. കുളമ്പുള്ള ജീവികളുടെ ഒരു പ്രത്യേകതയാണ് ജിറാഫ് നിന്നുകൊണ്ടാണ് ഉറങ്ങുന്നത്. പക്ഷെ അത് അധികം നിന്നുകൊണ്ട് ഉറങ്ങാറില്ല. 20 മിനിറ്റൊക്കെയാണ് ശരാശരി ഒരു ജിറാഫ് ഒരു ദിവസം ഉറങ്ങുക, 20 മിനിറ്റ്സ്. അപ്പോൾ അതിന് ഉറക്കം എന്ന് പറയാൻ പറ്റില്ല നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ബിഗ്ഗസ്റ്റ് എമോങ് ലാൻഡ് ആനിമൽസ് ആണ്. 20 അടി എന്ന് പറയുമ്പോൾ ആനയുടെയൊക്കെ ഏറ്റവും വലിയ ആഫ്രിക്കൻ ആനയുടെ ശരാശരി പൊക്കം 13 അടിയാണ്. ഒരു ആഫ്രിക്കൻ ആനയ്ക്ക് പോലും ജിറാഫിൻ്റെ അത്രയും പൊക്കം ഉണ്ടാവില്ല. ഇനി വേറൊരു വിഷയം, ഇത് ജിറാഫ് സൗണ്ട് ഇച്ചിരി കുറവ്. നിങ്ങൾ കേട്ടത് ജിറാഫിൻ്റെ സൗണ്ടാണ്. ജിറാഫ് ശരിക്കും മ്യൂട്ടാണ്. നമ്മളതിനെ മ്യൂട്ടായിട്ടാണ് പൊതുവിൽ കേട്ടിട്ടുള്ള ആളുകൾ. ജിറാഫ് മിണ്ടാപ്രാണിയാണ്, അതിന് ശബ്ദമില്ല. എരുമയുടെ കണക്കോ പശുവിൻ്റെ കണക്കോ ഇങ്ങനെ എന്ന് വിളിച്ച് കരയാറൊന്നുമില്ല. പക്ഷെ രാത്രിയിൽ ചില പ്രത്യേക, രാത്രിയുടെ 3-ാം യാമത്തിൽ എന്നൊക്കെ അല്ലേ ബാറ്റൺ ബോസ് എഴുതുന്നോണം, ആ ചില പ്രത്യേക സമയങ്ങളിൽ ഇത് ഒരു പ്രത്യേക സൗണ്ട് പുറപ്പെടുവിക്കും. ആ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. അത് പകല് ഒന്നും മിണ്ടില്ല, രാത്രിയിൽ മാത്രമാണ് അങ്ങനെ ഒരു സാധനം. ഇതിൻ്റെ ജിറാഫ് എവിടെന്നെങ്കിലും പൊട്ടി വീണതാണോ? ജിറാഫിൻ്റെ കണക്ക് മറ്റ് ആനിമൽസിനെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, പരിണാമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെർവിക്കൽ നെക്ക് വെർട്ടിബ്രേ ഉള്ള 71 ആനിമൽസിൻ്റെ ഒരു പരിശോധന ഒരു സ്റ്റഡി ടീം നടത്തിയതിൽ അവർ മനസ്സിലാക്കിയത് ഈ ജിറാഫിന് കൃത്യമായ മുൻഗാമികൾ ഉണ്ടായിരുന്നു. മൊത്തേരിയം എലോങ്കേറ്റം എന്ന് പറയുന്ന
റോഡ്രി, മൊത്തേരിയം, എലങ്കേരി ഇതെല്ലാം ലാറ്റിൻ ടേംസ് ആണ്. അതുകൊണ്ട് നമുക്കല്പം ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒരെണ്ണമാണ്. അതുപോലെ 2-3 എണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലെല്ലാം കഴുത്തിൻ്റെ നീളം കൊണ്ട് മാത്രം ജിറാഫിൻ്റെ പിൻഗാമിയെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കഴുത്തിൻ്റെ നീളം നോക്കി നോക്കി മാത്രമല്ല ജിറാഫിൻ്റെ പിൻഗാമിയിലേക്ക് പോവുകയും ചെയ്യേണ്ടത്. അതാണ് രസം. ഏതെങ്കിലും ഒരു ഓർഗൻ അല്ല. കാര്യം ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്യാമൽ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. ക്യാമലിന് കഴുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ക്യാമലിൻ്റെ വാക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ ക്യാമലും ജിറാഫുമായിട്ടൊരു താരതമ്യം തോന്നാം. പക്ഷെ ക്യാമലും ജിറാഫുമായിട്ട് അത്ര വലിയ ബന്ധമില്ല. ജിറാഫിന് ബന്ധമുള്ളത് ഒക്കാപ്പി പോലെയുള്ള ജീവിയായിട്ട്. മനസ്സിലായി? കഴുത്ത് വെച്ച് മാത്രം. ഡൈനസോറുകൾ കഴുത്തിന് നീളമുള്ളവയാണ്. പക്ഷെ ഡൈനസോറുകൾ എന്ന് പറയുന്നത് ശരിക്കും റെപ്റ്റൈൽസ് ആണ്, ബേർഡ്സ്. ആ ഒരു കണക്ഷനാണുള്ളത്. അപ്പോൾ കഴുത്തിന് നീളം വെച്ച് മാത്രമല്ല നമ്മൾ അതിനകത്ത് പോയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള മുൻഗാമികളുണ്ട്. എന്താണ്ടോ ആൻഡലോപ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. പല പല ആൻഡലോപ്സ്, കുഡൂസ്, ആഫ്രിക്കയിൽ തന്നെ കാണപ്പെടുന്നത്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു ചെറിയൊരു ഇലോങ്ങേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൊമ്പ്, അതിൻ്റെ സ്പോട്ടുകൾ, അതിൻ്റെ ഫ്രണ്ട് ലെഗും ഹൈൻഡ് ലെഗ്സും ഉണ്ട്. ഫ്രണ്ട് ലെഗ്സിൻ്റെ ആ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഇതിലേക്ക് എത്തിച്ചേർന്ന ഒരുപാട് ജീവികൾ വേറെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യാം. ഇവിടെയൊക്കെ ഒരു മനുഷ്യൻ നിന്നാൽ ഉണ്ടാകാവുന്ന ഒരു ടോട്ടൽ സാധനമാണ്. ഇനി ഇന്ന് ജിറാഫ് എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസ്, അതിനകത്ത് 4 എണ്ണം ഉണ്ട്. 4 തരം ജിറാഫുകളുണ്ട്. ഒന്ന് മസായി ജിറാഫ് ഉണ്ട്. മസായി എന്ന് പറയുന്ന ഒരു പ്രദേശമായിട്ട് ബന്ധപ്പെടുത്താണ്. ജിറാഫ് റെറ്റിക്കുലാറ്റ, അതുപോലെ തന്നെ ഓരോരോ നോർത്തേൺ ജിറാഫ്, ആഫ്രിക്കയിലൊക്കെയുള്ള ഓരോരോ വകഭേദമാണ്. അത് 4 സൈസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ജിറാഫിന്റെ പുറത്ത് ജിറാഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറയാൻ കഴിയുന്ന ജീവി എന്ന് പറയുന്നത് ഒക്കാപ്പിയാണ്. ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ഡൈനസോറാണ്. ഒരു ഡൈനസോറും ഒരു ജിറാഫും ഒരു ആനയും ഒരു മനുഷ്യനും തമ്മിലുള്ള ഒരിതാണ്. ഡൈനസോഴ്സ് ഇപ്പം ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ദേ ഗോ ഔട്ട് ഓഫ് ദ ഇക്വേഷൻ. ഇനി രണ്ടാമത്തേൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, ഒക്കാപ്പി എന്ന് പറയുന്ന ജീവി, ജിറാഫ്. ഈ ഒക്കാപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒക്കാപ്പിയെ കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. പലരും ചോദിക്കാറുണ്ട് ജിറാഫിന് ഇത്രയും കഴുത്തിന് നീളമുണ്ട്, അപ്പോൾ ജിറാഫിൻ്റെ പകുതി കഴുത്തിന് നീളമുള്ള ജീവി ഉണ്ടോ എന്നൊരു ചോദിക്കാറുണ്ട്. ഈ പരിണാമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാറുള്ളത് കുരങ്ങനും മങ്കിയും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു ജീവി, കുരങ്ങൻ്റെയും മങ്കിയുടെയും മങ്കി അല്ലല്ലേ, തവള അല്ലേ, തവളയുടെ ഇടയ്ക്കുള്ള ഒരു ജീവി, അങ്ങനെയുള്ള ജീവി, തരങ്കന്മാരും തവള കുരങ്ങൻ തരങ്കൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് രണ്ടും ചേർന്ന് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവി ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ജീവി ഉണ്ടല്ലോ, അതെവിടെയാണ്? ഫ്രോങ്കി, അങ്ങനെ ഫ്രോഗിനും മങ്കിക്കും ഇടയ്ക്ക് ഫ്രോങ്കി ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ക്രൊക്കോഡക്ക്, ക്രോക്കഡൈലിനും ഡക്കിനും ഇടയ്ക്കിലുള്ള ക്രൊക്കോഡോക്ക് എവിടെ? അങ്ങനെ ഒരു ജീവി ഒരിക്കലും ഇവല്യൂഷൻ ഉണ്ടാവില്ല. ഇവല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ വർക്ക് ചെയ്യുന്ന സാധനമല്ല. 2 ജീവികളുടെ ഇടയ്ക്ക് നിൽക്കുന്ന 2 ജീവികളുടെയും അർത്ഥ സ്വഭാവമുള്ള ഒരു ജീവി ഒരിക്കലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ നോക്കുക, അങ്ങനെ ഒരു ജീവി പോലും അല്ല ഇത്. ഒരു സ്പീഷീസിൽ നിന്ന് വ്യതിയാനപ്പെട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു പൊതുപൂർവികനിൽ നിന്ന് വ്യതിയാനപ്പെട്ടുണ്ടാകുന്ന മറ്റൊരു ജീവി എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ സീബ്രയുടെ ലൈൻസ് ആണ്. പക്ഷെ സീബ്രയായിട്ട് ഇതിന് ബന്ധമില്ല. ഇതിന് ജിറാഫായിട്ട് തന്നെയാണ് ബന്ധം. കാര്യം അതിൻ്റെ ജീൻ പൂൾ നോക്കുമ്പോൾ ഇവർ ഷെയർ ചെയ്യുന്ന ജീൻസും ഇതിൻ്റെ ഘടനകളും കൊമ്പുകളും. ഈ ഒക്കാപ്പിയുടെ ഒരു പ്രത്യേകത, 1901 ഒക്കാപ്പി എന്ന് പറയുന്ന ഒരു ജീവിയെക്കുറിച്ച് ലോകം അറിയുന്നത്. കോങ്കോയിലാണ് ഈ ജീവികളുള്ളത്. 10,000 ജീവികളുണ്ട്. അപ്പോൾ ഒക്കാപ്പിയ ജോൺസ്റ്റോണി എന്ന് പറയുന്ന അവിടുത്തെ കോങ്കോയിലെ ബ്രിട്ടീഷ് ഗവർണറുടെ പേരായിരുന്നു ജോൺസ്റ്റൺ. അതായത് അദ്ദേഹത്തിന് ഒരു ഹാരി ജോൺസ്റ്റൺ ആയിരുന്നു. ജോൺസ്റ്റൺ ആയിരുന്നു. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകം അറിയുന്നത് ഇങ്ങനൊരു ജീവി ഉണ്ടെന്ന്. നോക്കി കാണാൻ ഒരു ജിറാഫ് ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ജിറാഫിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അത്രയും കുറച്ച് മാത്രം കഴുത്ത് നീണ്ട ഒരു ജീവിയാണ് എന്ന് പറയാവുന്നതാണ്. അതിൻ്റെ ഒരു 1.5 മീറ്റർ പൊക്കേ ഉള്ളൂ. അറൗണ്ട് 200-350 കിലോ ഭാരം. നമ്മളെക്കാട്ടി നമ്മുടെ 3 ഇരട്ടി ഭാരമുണ്ട്. പക്ഷെ അതിന് ഒസിക്കോൺസ് ഉണ്ട്. പക്ഷെ ഒസിക്കോൺസ് അതിൻ്റെ മെയിലിന് മാത്രമേ ഉള്ളൂ ഒസിക്കോൺസ്. ഫീമെയിൽ സെക്ഷനിൽ ഒസിക്കോൺസ് ഇല്ല. അതായത് കൊമ്പ്, ഈ തൊലി കയറി അടഞ്ഞ കൊമ്പില്ല. അതുപോലെ അതിന് നീണ്ട നാക്കുണ്ട്, അത് ബ്ലാക്കാണ്. പിന്നെ ജിറാഫ് നാക്ക് പുറത്തിടുന്നതോടും തന്നെ ഒക്കാപ്പി നാക്ക് പുറത്തിടും. അതേ നാക്ക്.
ഇനി ഇപ്പോൾ ഒരു വിഷയം, ഈ ജിറാഫിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ, ജിറാഫിന്റെ കഴുത്ത് നിങ്ങൾക്കറിയാം 7 അടി നീളമുള്ള കഴുത്താണ്. അപ്പോൾ ജിറാഫ് നിൽക്കുമ്പോൾ കഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, സ്ട്രെയിറ്റ് നിൽക്കുകയാണ്. ജിറാഫിന് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ താഴത്തെ എന്തെങ്കിലും വെള്ളം കുടിക്കുകയോ, വെള്ളം താഴെയാണല്ലോ, അങ്ങനെ ഒരു വിഷയമുണ്ട്, ഈ കഴുത്തെല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ താത്തു വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും. ഈ ബ്ലഡ് എല്ലാം കൂടെ കൊണ്ട് ഇതിൻ്റെ തലയിലേക്ക് വന്ന് ഇങ്ങനെ നിറയും, അല്ലേ? നമ്മൾ ഇച്ചിരി കുനിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡിസ്നെസ് തോന്നും. അവിടെയാണ് ഈ 7 അടി നീളമുള്ള കഴുത്ത് വെച്ച് വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ ബ്ലഡ് ഫ്ലോ എല്ലാം കൂടെ വന്ന് എൻ്റെ തലച്ചോറി നിറഞ്ഞ് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത 1. 2, വെള്ളം കുടിച്ചിട്ട് കഴുത്ത് പൊക്കുമ്പോൾ എന്ത് ചെയ്യും? രക്തം എല്ലാം കൂടെ താഴോട്ട് വന്ന് തലച്ചോറ് ഡ്രെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. രക്തം ഇല്ല. കാര്യം ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഒരു സത്യമാണ്, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇതിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ചെസ്റ്റിലാണ്. ജിറാഫിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് അതിൻ്റെ ഒരുപാട് താഴെയാണ്. അവിടെ നിന്ന് 7 അടി 8 അടി പൊക്കത്തിലേക്ക് ഈ രക്തം എത്തിക്കണമെങ്കിൽ ജിറാഫിൻ്റെ പമ്പ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് എത്ര ശക്തമായിരിക്കണമെന്ന് ആലോചിച്ചു. ഹാർട്ട് ഇങ്ങനെ ഇതാകുമ്പോഴല്ലേ ബ്ലഡ് മൊത്തത്തിൽ നമ്മളുടെ ഏരിയയിലെല്ലാം വരുന്നത് ഒരു നിശ്ചിത പ്രഷറിലല്ലേ. നമ്മുടെ 80-120 നമ്മൾ പറയുന്ന കണക്ക്. ഈ 80-120 നമ്മളെ നോർമൽ ബ്ലഡ് പ്രഷറിലാണ് നമ്മുടെ ബ്ലഡ് ഇങ്ങനെ എല്ലായിടത്തും എത്തുന്നത്. അതേസമയം ജിറാഫിന് ഇത്രയും പൊക്കമൊന്നുമില്ല. നമ്മുടെ ഹാർട്ട് ഇവിടെയാണ്, ഇവിടം വരെ ഉള്ളൂ, പിന്നെ താഴോട്ടും ഇത്രയും സ്ഥലങ്ങളേ ഉള്ളൂ മൊത്തത്തിൽ. പക്ഷെ അവർക്ക് ഇത്ര 8 അടി പൊക്കത്തിൽ അല്ലെങ്കിൽ 7.5 അടി പൊക്കത്തിൽ ബ്ലഡ് എത്തിക്കണമെങ്കിൽ നീഡ്സ് എ പവർഫുൾ, വെരി എക്സ്ട്രീംലി പവർഫുൾ ഹാർട്ട്. ഒരു പക്ഷേ ഈ ജീവി കുലത്തിൽ തന്നെയുള്ള ഏറ്റവും ശക്തമായ ഹൃദയത്തിൻ്റെ ഉടമയാണ് ജിറാഫ്. അതിൻ്റെ അതിന് ബോഡി വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഹാർട്ട് വളരെ പവർഫുള്ളാണ്, വളരെ വലുതാണ്. നമ്മളുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസ്റ്റാണ്. ശരി, ഒരു നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസ്റ്റിൻ്റെ അത്രയും ഉണ്ടാവുള്ളൂ. അതൊരു അറൗണ്ട് 250-300 ഗ്രാം കാണും നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു വെയിറ്റ് പറയുകയാണ്. ജിറാഫിൻ്റെ ഹാർട്ടിന് 11 കിലോ ആണ് അതിൻ്റെ ആവറേജ്, 11 kg. അത്ര ശക്തമായ ഒരു ഹാർട്ടാണ്. ഇനി വേറെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ ഹാർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹാർട്ട് മാത്രം വലുതായിട്ട് കാര്യമില്ല. ഇത്രയും പൊക്കത്തിൽ രക്തം എത്തണമെങ്കിൽ നല്ല പ്രഷർ ഉണ്ടാവണം. നമ്മുടെ പ്രഷർ 120 ആണെങ്കിൽ ജിറാഫിൻ്റേത് 180, ഏതാണ്ട് 180-240 ആണ്. അതായത് നമ്മുടെ ഇരട്ടി ബ്ലഡ് പ്രഷറാണ് ജിറാഫിനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 240-180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രഷറാണ്, അടിച്ചു പോകും. ഈ പ്രഷറിൽ ഈ ലോകത്തൊരു ജീവിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ 180 അല്ല 240 ചിന്തിക്കാനേ പറ്റത്തില്ല. ചിലപ്പോൾ 300 വരെയൊക്കെ പ്രഷർ കൂടിയാലും ജിറാഫിന് പ്രശ്നമില്ല എന്ന് പറയുന്നു. ആ പ്രഷറൊക്കെ നമ്മുടെ മൊത്തം രക്തം നമ്മുടെ ചെവിയിലൂടെയും മൊത്തം എല്ലാ സൈഡിലൂടെയും ഒലിച്ചിറങ്ങി നമ്മൾ അതിന് മുന്നേ ഹെമറേജ് ഉണ്ടാവും, വെസൽസ് പൊട്ടിപ്പോവും. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല, ഒരു ജീവിക്കും സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ജിറാഫ് കൂളായിട്ട് നടക്കുന്നു. ജിറാഫ് ഇങ്ങനെ കഴുത്ത് വെച്ച് എന്തെങ്കിലും കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, പൊക്കുന്നു, ബ്ലഡ് വന്നതിൻ്റെ തലയിൽ നിറയുന്നില്ല, പ്രഷർ പ്രശ്നമാവുന്നില്ല. അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നോക്കി വെള്ളം കുടിക്കുന്ന നോക്കുക. ഇതിന് നേരെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, കാലുകൾ ഇങ്ങനെ അകത്തി വെച്ചുകൊണ്ട് മാത്രമേ ഇതിന് വെള്ളം കുടിക്കാൻ പറ്റൂ. ആണ് ജിറാഫിൻ്റെ ഒരു ടിപ്പിക്കൽ പൊസിഷൻ. എങ്ങനെ ഇത്ര ഹൈ പ്രഷറുമായിട്ട് ബ്ലഡ് പ്രഷറുമായിട്ട് ജിറാഫ് പോകുന്നു എന്നുള്ളതാണ്. നോക്കുക, ഹൃദയത്തിൽ നിന്ന് അതിൻ്റെ തലച്ചോറിലേക്ക് വരും. നോക്കുക, കുനിഞ്ഞു കുടിക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. ഇത് ആ ഹൃദയം ഇവിടെ നിൽക്കണം. അത്ര ശക്തമായ ഒരു പമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കാവുള്ളൂ. Increased blood pressure coming from the heart caused by gravity and the blood that has already passed through the brain being pulled back by gravity. ഈ രണ്ട് പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, കുനിഞ്ഞു നിൽക്കുമ്പോൾ ബ്ലഡ് എല്ലാം കൂടെ വന്ന് തലയിലേക്ക് വരിക, പൊക്കുമ്പോൾ ബ്ലഡ് എല്ലാം കൂടെ താഴോട്ട് വരിക. പക്ഷെ ഇതിന് 3-4 തരത്തിലാണ് ജിറാഫിന് ഇതിന് പരിഹാരമുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്,
The giraffe have a special valve in the main vein of the neck, jugular vein, which automatically closes when the giraffe bends down and open when it lifts up. നിങ്ങളിത് കാണുന്നുണ്ട്. ഇതിനകത്തെ നോക്കുക, വാൽവ്, വെസല് വാൽവ്. ഈ വാൽവ് ഇങ്ങനെ ഇരിക്കുന്ന സാധനമല്ലേ. അപ്പം കുനിയുമ്പോഴും ഇങ്ങനെ അങ്ങ് അടയുക. അന്നേരം ബ്ലഡ് താഴോട്ട് അധികം പോവില്ല. അപ്പം തലച്ചോറിൽ വന്ന് നിറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. തിരിച്ചും അതേ കണക്ക്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ തടയണ എന്ന് പറയുമല്ലോ, തടയണ കിട്ടുമല്ലോ, വലിയൊരു ഒരു ജലപ്രവാഹം ഇങ്ങോട്ട് വരുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ അണകൾ കെട്ടിയിട്ട് അതിൻ്റെ ഫ്ലോ കുറയ്ക്കുന്നു. ജിറാഫ് ശരിക്കും താഴുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഒന്ന്, അതിൻ്റെ വാൽവുകൾ വെച്ച് അമിതമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ നിയന്ത്രിക്കുന്നുണ്ട്. അതൊന്ന്. ഇനി മറ്റൊന്നുള്ളതാണ് വണ്ടർഫുൾ നെറ്റ് എന്നാണെന്ന് പറയുക, റെറ്റെ മിറാബിലെ എന്ന് പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാത്തിലും ഇതൊരു ആടിൻ്റെ റെറ്റെ മിറാബിലെയാണ്. ഇത് ശരിക്കും ഒരു കളക്ഷൻ ഓഫ് വെസൽസ്, വെയിൻസ് എല്ലാം ചേർന്ന ഒരു സാധനമാണ്. ശരിക്കും ഒരു സ്പോഞ്ച് പോലെ ഇത് വർക്ക് ചെയ്യും. ഇതിൻ്റെ ബ്രെയിനിൻ്റെ ബേസിൽ ഒരെണ്ണമുണ്ട്, വണ്ടർഫുൾ നെറ്റ് എന്നാണ്. ഇത് പലപ്പോഴും ക്രിയേഷനിസ്റ്റുകൾ പറയുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ ഒരു സാധനമുള്ള ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് സക്ക് ചെയ്തെടുക്കും, സ്പോഞ്ച് പോലെ. മനസ്സിലായി? താഴോട്ട് വരിക, താഴോട്ട് വെള്ളം കുടിക്കാനായിട്ട് തല താഴ്ത്തുമ്പോൾ ഈ സാധനം വെച്ച് ബ്ലഡ് എല്ലാം കൂടെ സക്ക് ചെയ്ത് എടുക്കും. എന്നിട്ട് മേളിലോട്ട് പോകുമ്പോൾ ഇത് പുഷ് ചെയ്ത് പുറത്തോട്ട് വിടും. അപ്പോൾ അവിടെ ബ്ലഡിൻ്റെ കുറവും ഉണ്ടാകത്തില്ല, ഇവിടെ ബ്ലഡിൻ്റെ കൂടുതലും ഉണ്ടാവില്ല. ഇത് പക്ഷേ ജിറാഫിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയല്ല. ഇത് മിക്കവാറും എല്ലാ ജീവികളും, മിക്കവാറും ഒരുപാട് ജീവികളുണ്ട്. ഇപ്പോൾ ഷീപ്പിലുണ്ട്, ബേർഡ്സിലുണ്ട്, ആംബിബിയൻസിലുണ്ട്. പക്ഷെ അവിടെ ഈ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നുള്ള ഒരു ധർമ്മം അല്ല നിർവഹിക്കുന്നത്, മറിച്ച് ഹീറ്റ് റെഗുലേഷൻ അതേപോലെയുള്ള ധർമ്മങ്ങളൊക്കെയാണ് ഈ സാധനം നിർവഹിക്കുന്നത്. അപ്പം ഇത് രണ്ട്. അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ജിറാഫ് അതിൻ്റെ ബ്ലഡ് പ്രഷർ കേന്ദ്രീകരിക്കുന്നത്. ഒന്നാമത് ശക്തമായ ഹാർട്ട്, രണ്ട് അതിൻ്റെ ഈ വാൽവുകൾ വഴി താഴോട്ട് വരുമ്പോൾ അത് അടയുകയും മേലോട്ട് വരുമ്പോൾ തുറക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്ലഡിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. മൂന്ന്, ഈ സാധനം ഇതൊരു നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ കിടക്കുന്നിടത്ത് നമ്മൾ കൊണ്ടൊരു സ്പോഞ്ച് ഇട്ട് കഴിഞ്ഞാൽ കുറേ വെള്ളം ആ സ്പോഞ്ചിൽ പിടിക്കത്തില്ലേ, അതേ കണക്കൊരു സ്പോഞ്ചാണ്, ഒരു ബയോളജിക്കൽ സ്പോഞ്ച് എന്ന് പറയാം. എന്നിട്ട് മേളിലോട്ട് വരുമ്പോൾ അത് പ്രഷർ കൊടുത്ത് ഈ സാധനമെല്ലാം വരും. ഇനി നമ്മുടെ യഥാർത്ഥ ചോദ്യത്തിലേക്ക് വരിക. അതുകൊണ്ടാണ് ജിറാഫിന്റെ കഴുത്ത് പൊട്ടിത്തെറിക്കാത്തത്. ഇത്തരത്തിലുള്ള ആന്തരികമായിട്ടുള്ള ഇതുണ്ട്. ഇതിലെ ഈ ആന്തരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്കുണ്ടായതല്ല, മറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരേ സമയം സൈമുൾട്ടേനിയസ് ആയിട്ട് അത് വികസിപ്പിച്ച് വന്നത്, എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. പ്രധാന ചോദ്യം ഇതാണ്, എന്തിനാണ് ജിറാഫിന് ഇത്രയും നീളമുള്ള കഴുത്ത്? അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഇവല്യൂഷൻ്റെ ഒരു കാര്യം, അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തം അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നീളമില്ല, ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു മൃഗങ്ങൾ ആദ്യം കണ്ടത് നോക്കുക, ഇതിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റ് മൃഗങ്ങളുമായിട്ട് നോക്കുകയാണെങ്കിൽ ജിറാഫിന് ഇത്രയും നീളമുള്ള കഴുത്ത് ആവശ്യമുണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ മത്സരിക്കുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ജമ്പ് മത്സരിക്കും. എല്ലാവരും 8 അടി അല്ലെ 9 അടി, 8 അടി 90 മീറ്റർ, 90 സെൻറ്റിമീറ്റർ, 8 മീറ്റർ 90 സെൻറ്റിമീറ്റർ ചാടുന്നിരിക്കട്ടെ, അല്ലെ 9 മീറ്റർ ചാടുന്നിരിക്കട്ടെ. അങ്ങനെയാണ് ജയിക്കാനായിട്ട് നമ്മളൊരു 10 മീറ്റർ ചാടിയാൽ പോരെ, നമ്മൾ എന്തിനും ഒരു 16 മീറ്റർ ചാടണം? ഇതാണൊരു ചോദ്യം. അതായത് ഒരു ഓവർകിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ, അതെന്ന് പറയുന്നത്. അതായത് വളരെ അമിതമായിട്ടുള്ള ഒരു വളർച്ചയാണ്. ഇവിടെയാണ് ഇവല്യൂഷൻ നിങ്ങൾ കാണേണ്ടത്. ഇവല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടതുപോലെ ഒരു ടൈലർ ഒരു ഉടുപ്പ് തുന്നിയെടുക്കുന്നത് പോലെ കൃത്യമായ അളവിലും രൂപത്തിലും തുന്നിയെടുക്കുന്ന ഒരു പ്രക്രിയ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇറ്റ്സ് എ ബ്ലൈൻഡ് പ്രോസസ്, ഇറ്റ്സ് എ ടാർഗറ്റ്ലെസ് പ്രോസസ്, ഇറ്റ്സ് എ പ്രോസസ് വിത്തൗട്ട് എനി ഡിറക്ഷൻ. ആൻഡ് ഒരുപാട് അനോമലീസ് ഉണ്ടാവാം, ഇറേഴ്സ് ഉണ്ടാവാം. കാരണം ഇറ്റ് ഈസ് നാച്ചുറലി സെലക്റ്റഡ്. ഇവല്യൂഷൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ നെക്ക് വലുതായി കഴിഞ്ഞാൽ ഇത്ര ആകാം എന്നുള്ള രീതിയിൽ നമുക്കൊരു നിശ്ചിതത്വം അവിടെ പറയാൻ പറ്റില്ല. അതുതന്നെ ഇവല്യൂഷൻ്റെ ഒരു ബ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ ഇവല്യൂഷൻ അസാധുവാക്കുന്നുണ്ട്. എന്തിന് മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും ഒരുപാട് നീളമുള്ള കഴുത്ത് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവല്യൂഷൻ പലപ്പോഴും അങ്ങനെയാണ് എന്നുള്ളതാണ്.
അല്ലാതെ 1 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ അങ്ങനെ കൃത്യമായി തന്നെ പൊയ്ക്കോണമെന്നില്ല. കൃത്യമായി പോകാം. മനസ്സിലായി? നമുക്ക് നോക്കുമ്പോൾ ഒരു പാറ്റേൺ ആയിട്ട് തന്നെ പോകാം. അങ്ങനെ പോകണമെന്നില്ല. ആ ഒരു ചിന്താ പ്രശ്നം മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയും നീളം എന്നുള്ള ഒരു പ്രശ്നം ഉദിക്കും. പക്ഷെ ഈ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും നീളം നിന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞത്. കാര്യം ഇതിലും നീളമായി കഴിഞ്ഞാൽ അതിന്റെ ബോഡി ബാലൻസിന് വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ കഴുത്തിന്റെ തല എത്ര മേളിൽ പൊക്കത്താണെങ്കിലും അത് താഴെ കൊണ്ടുവരണം. താഴെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ബോഡി, നമുക്കറിയാം, നമ്മൾ തന്നെ ഒന്ന് കുനിയാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അവിടെയാണ് ജിറാഫ് ആ തല കൊണ്ടുവന്ന് താഴെ തൊടിയിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ബയോളജിക്കൽ ലിമിറ്റ് ആകുമ്പോൾ അത് നിൽക്കും. കാര്യം ആ ബയോളജിക്കൽ ലിമിറ്റിന് മുകളിലുള്ള ജിറാഫുകൾ അതിജീവിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവയ്ക്ക് അടുത്ത തലമുറയെ ഉണ്ടാക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം ജിറാഫുകൾ നാച്ചുറലി റിജക്റ്റഡ് ആയി പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് ഭയങ്കര കിക്കറാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇത് എന്തുകൊണ്ടാണ് ജിറാഫിന്റെ കഴുത്ത് ഇത്ര നീണ്ടത് എന്നുള്ളതിന് വിഷയം സത്യത്തിൽ ഇന്നും പൂർണ്ണമായി നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ സാധിക്കും. പക്ഷെ എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ് 3 പ്രധാന തിയറികളാണ്, 3 അല്ല 4 എണ്ണം ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആദ്യമായി ഈ വിഷയത്തിൽ കൈവച്ചത് പണ്ട് ജിറാഫുകൾ വിചാരിച്ചിരുന്നു എന്താ ഈ ആന്റിലോപ്പ് പോലെയുള്ള ജീവികളുടെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് ഒരു നാൽക്കാലി മാത്രമാണ്. അതിനെന്തോ ഒരു പറയാലോ ഈ പല പല വർഗങ്ങൾ ചേർന്ന് വർഗസങ്കരങ്ങൾ ഉണ്ടാകുമ്പോൾ വിചിത്ര ജീവികൾ ഉണ്ടാകുന്നു എന്നുള്ള കഥകളുണ്ട്. അങ്ങനെ എന്തോ ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ ഒരു ജാരസന്തതിയാണ്, അതാണ് ഇത്ര ഇങ്ങനെയൊക്കെ വന്നത്. അങ്ങനെയൊക്കെയുള്ള സങ്കല്പമായിരുന്നു മനുഷ്യർക്ക് ഉണ്ടായത്. അല്ലെ, അവരത് ശരിക്കും അത് ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആളുകൾ. ആദ്യമായിട്ട് വിഷയത്തിൽ കൈവച്ചത് ലാമാർക്ക് തന്നെയാണ്. നമുക്കറിയാം ലാമാർക്കിന്റെ ബേസിക് തിയറി എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. അതായത് ഒരു തലമുറയിൽ ഉണ്ടാകുന്ന വഴക്കങ്ങളും ശീലങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ള, ഇന്ന് പൂർണ്ണമായി നമുക്ക് തെറ്റ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സിദ്ധാന്തമാണ് ലാമാർക്ക് ആദ്യം മുന്നോട്ട് വെച്ചത്. അതായത് എന്താ പറയുക, നമ്മളെ എലികളുടെ വാല് മുറിക്കുകയാണെങ്കിൽ, ഒരു തലമുറയുടെ എലികളുടെ വാല് മുറിക്കുകയാണെങ്കിൽ അടുത്ത തലമുറ വാൽലെസ് എലികൾ ഉണ്ടാകണം, അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ. അല്ലെങ്കിൽ ലോകമെമ്പാടും മുസ്ലിങ്ങൾ സുന്നത്ത് നിർവഹിക്കുന്നു, അല്ലെ. കഴിഞ്ഞ 1400 ജൂതന്മാർ ലിംഗത്തിന്റെ ആഗ്രഹം ഛേദിച്ച് കളയുന്നു. പക്ഷേ വീണ്ടും ജനിക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണമായ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ലാമാർക്കിന്റെ തിയറി ശരിയായിരുന്നെങ്കിൽ ഇനി ജനിക്കുന്ന കുട്ടികൾക്ക് സുന്നത്ത് കല്യാണം നടത്തേണ്ട ആവശ്യമില്ലാതെ വരേണ്ടതായിരുന്നു. അങ്ങനെ വരുന്നില്ല, അല്ലേ. അച്ഛൻ ആനപ്പാപ്പാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മകന് തഴമ്പുണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ പഴയ തലമുറയിലുള്ള ഗുണങ്ങൾ, സ്വഭാവങ്ങൾ, രീതികൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് വരുമെന്നുള്ള രീതിയിലാണ് ലാമാർക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് ഇറ്റ്സ് നോട്ട് അത് ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള തിയറിയാണ്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ജിറാഫിന്റെ പിൻഗാമികൾ അല്ലെങ്കിൽ മുൻഗാമികൾ ഉയരം കൂടിയ വൃക്ഷത്തലപ്പിലേക്ക് കഴുത്ത് നീട്ടി ഇങ്ങനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. നീട്ടി വലുതായി വന്ന് അവസാനം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജിറാഫുകൾക്കെല്ലാം കഴുത്തിന് നീണ്ടു എന്നുള്ള സരളവും സുന്ദരവും തെറ്റായതുമായിട്ടുള്ള ഒരു വാദമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആ വാദം എന്തുകൊണ്ട് ശരിയല്ല എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഡിസ്ക്രെഡിറ്റ് വരുന്നത് എന്തുകൊണ്ട് മറ്റ് ജീവികളുടെ കഴുത്ത് നീണ്ടിട്ടില്ല. ജിറാഫ് എന്ന് പറയുന്ന ഒരേ ഒരു ജീവി മാത്രമായിരിക്കും ഒരു വൃക്ഷത്തലപ്പിലേക്ക് കഴുത്ത് നീട്ടിയിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യം. എല്ലാ ജീവികളും ആട് തൊട്ട് ആന തൊട്ട് എല്ലാവരും ഇങ്ങനെ കഴുത്ത് നീള, അവരൊന്നും കഴുത്ത് നീളുന്നില്ല, ജിറാഫിന് മാത്രം, അല്ലെ. മോഹൻലാൽ ചോദിക്കുന്നു ഞങ്ങളുടെ ഒന്നും നീളുന്നില്ലല്ലോ, നിനക്ക് മാത്രം എന്താണ് ഇത്രയും നീളുന്നു എന്ന് പറഞ്ഞു. അതൊരു ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി, സുവോളജി വഴി ലാമാർക്കിന്റെ സംഭാവനകൾ വളരെ ഗണനീയമായ സംഭാവനകളാണ്. കാരണം ഈ വിഷയത്തിലൊക്കെ ശരിക്കും അദ്ദേഹം പറഞ്ഞത് ശരിയല്ലെങ്കിലും ഡാർവിനെ പോലും സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം സിംപ്ലി പറഞ്ഞ ഇതാണ്: ഇൻ പ്ലേസസ് വെയർ ദ സോയിൽ ഈസ് നിയർലി ഓൾവേസ് ഏരിഡ് ആൻഡ് ബാരൻ, ഇറ്റ്സ് ഒബ്ലൈഡ് ടു ബ്രൗസ് ഓൺ ദ ലീവ്സ് ഓഫ് ട്രീസ് ആൻഡ് ടു മേക്ക് കോൺസ്റ്റന്റ് എഫേർട്ട് ടു റീച്ച്. എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു കഴുത്തു നീണ്ട ഒരു സാധു ജീവിയാണ് ജിറാഫ് എന്ന് ലാമാർക്ക് പറഞ്ഞു വെച്ചു.
And from this habit maintained in all its race, it has resulted that the animal's forelegs have become longer than its hind legs and then its neck lengthened. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഫ്രണ്ട് ലെഗ് വലുതായുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്തറിയോ? തല മേളിലോട്ട് പോകും. 4 കാലിക്കല്ലേ, തല മേലോട്ട് പോകുമ്പോൾ ആ തലയെ പിന്നെ താഴോട്ട് കൊണ്ടുവന്ന് വരെ തറയിൽ തൊടിയിപ്പിക്കണമെങ്കിൽ കഴുത്തിന് നീളം കൂടിയേ പറ്റും. ഇതൊരു തിയറിയാണ്. ഞാനത് 3ാമത്തെ തിയറിലേക്ക് വരുന്നുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ കാര്യം ശരി, അനോട്ടമിക്കലായിട്ട് ശരിയാ. ഈ ലാമാർക്ക് അനോട്ടമിക്കലായിട്ട് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ ഭ്രൂണങ്ങളുടെ ഒരു കമ്പാരിസൺ ഒക്കെ കൊണ്ടുവന്നത്. ഓരോ തവള തൊട്ട് മനുഷ്യരെ വരെ ഭ്രൂണങ്ങൾ, ഫീറ്റസിന്റെ ഒരു പടം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം നിങ്ങൾ സ്കൂളുകളിലൊക്കെ. എല്ലാം ഭ്രൂണ അവസ്ഥയിൽ ഒരുപോലെ ഇരിക്കുന്നു. അത് പലതും ലാമാർക്കിന്റെ ഭാവന കൂടിയാണ്. അത് ശരിക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള പടമല്ല, പരിണാമത്തിന്റെ ഒരു തെളിവായിട്ട് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു പടവും അല്ല. അതൊരു ശരിയായ പടമല്ല. കാരണം പലതും അദ്ദേഹം ഇച്ചിരി സാമ്യമല്ല, ഒരേപോലെ ഇരിക്കാനായിട്ട് കൈന്നൂടെ ഇട്ട് വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഡാർവിൻ അധികം തൊട്ടിട്ടില്ല ഈ വിഷയം, സത്യം പറഞ്ഞാൽ അധികം തൊട്ടിട്ടില്ല. ഡാർവിൻ ശരിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒറിജിൻ ഓഫ് സ്പീഷീസിന്റെ 6ാം എഡിഷനിലാണ് ഡാർവിന് ഇതിനെക്കുറിച്ചൊരു റെഫറൻസ് ഇറക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഇതാണ്: ദ ജിറാഫ് ബൈ ഇറ്റ്സ് ലോഫ്റ്റി സ്റ്റേച്ചർ, much elongated neck, forelegs, head and tongue, has its whole frame beautifully adapted for browsing on the higher branches of trees. ഇത് ആർക്കും പറയാവുന്ന കാര്യമുള്ളൂ. നീളമുള്ള കാലും നീളമുള്ള കഴുത്തും ഒക്കെ വെച്ച് ഈ ജീവി ഉയർന്ന ശിഖരങ്ങളിൽ നിന്ന് ആഹാരം ശേഖരിക്കാനായി പരുവപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഒരു വലിയൊരു പ്രസ്താവനയായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം പക്ഷെ അദ്ദേഹം ലാമാർക്ക് പറഞ്ഞ സാധനം എടുത്തില്ല. ലാമാർക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഡാർവിനെങ്കിലും. ഡാർവിന്റെ തിയറി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സെലക്ഷനാണ്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് ഈ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം എടുക്കാൻ പറ്റില്ല. എന്താ നാച്ചുറൽ സെലക്ഷൻ? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണോ സംഭവിക്കാൻ സാധ്യതയുള്ളത് അത് സംഭവിക്കുന്നു. വിത്തൗട്ട് എൻ ഏജന്റ് or without any intervention is naturally happen എന്നുള്ള അർത്ഥമാണ്. അത് ഇവല്യൂഷനിൽ അതിൽ കൃത്യമായ ഡെഫിനേഷൻ ഉണ്ട് താനും. അപ്പം എന്താണ് നാച്ചുറൽ സെലക്ഷൻ? സപ്പോസ് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ തറയിൽ വീഴുന്നു. അതിൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തറ കാര്യം വെച്ചാൽ ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി, ബിക്കോസ് ഓഫ് അവിടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ കാരണം അത് താഴെ തന്നെയാണ് വീഴേണ്ടത്. ഇനി അത് താഴെ വീണില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫോഴ്സ് വരേണ്ടതായിട്ടുണ്ട്. നാച്ചുറലി എന്ത് സംഭവിക്കുന്നു? അവിടെ ഇത് ബ്ലൈൻഡ് ആണ്, ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോകുമല്ലോ എന്നുള്ള ഒരു ചിന്തിക്കുന്ന ഒരു കൺസേൺ ഉള്ള ഒരു ഏജൻസിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പം അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആശയം ഇതാണ്: റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സെൽ ഡിവിഷൻ സമയത്തുണ്ടാകുന്ന തെറ്റുകളെയാണ് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. 3 തരം മ്യൂട്ടേഷൻസ് ഉണ്ട്. ചില മ്യൂട്ടേഷൻസ് ജീവിക്ക് സഹായകരമായിരിക്കും, അതിനെ നമ്മൾ ഫേവറബിൾ മ്യൂട്ടേഷൻ എന്ന് പറയും. ചിലവ നിങ്ങളുടെ ശരീരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കില്ല, അതിനെ നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് എന്ന് വിളിക്കും. ചിലവ നിങ്ങളുടെ ശരീരത്തിൽ ഹാനികരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും, അതിനെ ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ തെറ്റായ മ്യൂട്ടേഷൻസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് എല്ലാം റോങ് പ്രോഗ്രാംസ് ആണ്. 99% മ്യൂട്ടേഷൻസും ഡെലിറ്റീരിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണ്. അത് അപ്പോൾ തന്നെ നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു പ്രോട്ടീൻ വ്യവസ്ഥ നമ്മളുടെ ശരീരത്തിലുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ അന്ധനായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. കാര്യം കണ്ണിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മ്യൂട്ടേഷൻസ് എല്ലാം കൂടെ നമ്മളെ അന്ധനാക്കും. പക്ഷേ എപ്പോഴും ഒരു റോങ് പ്രോഗ്രാം വരുമ്പോൾ, അതായത് നിങ്ങൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ മഞ്ഞ് കയറി മൂടിയിരിക്കുന്ന ഒരു റോഡ് എന്നിരിക്കട്ടെ, ഓരോ നിമിഷവും മഞ്ഞ് വന്ന് നിറയുമ്പോൾ അത് മാറ്റിക്കളയുന്ന കുറേ തൊഴിലാളികളെ കുറിച്ച് ചിന്തിക്കുക. ആ റോഡ് ഗതാഗത യോഗ്യമാക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളായിട്ട് തന്നെ തുടരുകയും അത് അതിൻ്റെതായ പ്രോഗ്രാംസ് ഉണ്ടാകും. ഇപ്പോൾ കരളിൽ ബൈൽസ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രോഗ്രാമാണ് അതിൻ്റെ ജനറ്റിക് ആയിട്ടുള്ള നിർദ്ദേശം. അവിടെ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ആ മ്യൂട്ടേറ്റഡ് ആയി വരുന്ന കോശങ്ങൾ ബൈൽ ഉൽപ്പാദിപ്പിക്കണമെന്നില്ല. അപ്പോൾ കരളാകെ തകരാറിലാവും. എന്താണ് ചെയ്യുക? ആദ്യത്തെ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള കോശം അവിടെ വരുമ്പോൾ തന്നെ അവനെ നീക്കം ചെയ്യാനായിട്ടുള്ള വ്യവസ്ഥ എല്ലാ നമ്മളുടെ അവയവങ്ങളിലും നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ ഉണ്ട്. അപ്പം അതാണ് ബ്ലൈൻഡ് പ്രോസസ് എന്ന് ഞാൻ പറഞ്ഞത്.
അതാണ് റാൻഡം മ്യൂട്ടേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. മ്യൂട്ടേഷൻ വന്നുകൊണ്ടേയിരിക്കും, ഇന്ന വരണമെന്നൊന്നുമില്ല. അത് വളരെ റാൻഡമാണ്, നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെന്താണോ ഉള്ളത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കട്ടിയുള്ള തൊലി ഉണ്ടാകാനായിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. ജസ്റ്റ് ചിന്തിക്കുക, ആരും പറഞ്ഞിട്ടല്ല, ആരും ചെയ്തിട്ടല്ല, കട്ടിയുള്ള തൊലി. അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് താമസിക്കുന്ന അന്റാർട്ടിക്കയിലാണ്. അപ്പോൾ ഈ കട്ടിയുള്ള തൊലി അല്ലെങ്കിൽ നീണ്ട രോമങ്ങൾ, നിങ്ങൾക്കൊരു ശാരീരികമായ മാറ്റം വരികയാണ്. നിങ്ങൾ അന്റാർട്ടിക്കയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള മറ്റ് ജീവികളെക്കാൾ അതിജീവനത്തിന് മുൻതൂക്കം കിട്ടും. അപ്പോൾ നിങ്ങൾ അതിജീവിക്കുകയും നിങ്ങളുടെ കൂടെയുള്ളവർ നശിക്കുകയും ചെയ്യും. അതിജീവിക്കുന്ന നിങ്ങൾ അടുത്ത തലമുറ ഉണ്ടാക്കും. അങ്ങനെ ആ തലമുറ, ആ സ്പീഷീസ് മുഴുവൻ നല്ല കട്ടിയുള്ള തൊലിയും നീണ്ട രോമങ്ങളുമുള്ള തണുപ്പിനെതിരെ പ്രതിരോധിക്കാൻ കഴിയുന്ന ജീവികളായി മാറും. കാര്യം അവ മാത്രമേ അവിടെ അതിജീവിക്കത്തുള്ളൂ. അതാണ് നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ നോൺ റാൻഡം സെലക്ഷൻ നടക്കണമെങ്കിൽ ആദ്യം റാൻഡം മ്യൂട്ടേഷൻ സംഭവിക്കണം. ഒരു ജീവിക്ക് തണുപ്പിൽ എന്ന് പോയിട്ട് ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ, കട്ടിയുള്ള തൊലിയും കുറച്ച് രോമമൊക്കെ ഉണ്ടാക്കി കളയാമെന്ന് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നാച്ചുറലി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജീവിക്ക് അതിജീവിക്കാം. അങ്ങനെ അതിജീവിച്ച ജീവികളെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ഇത് നമുക്ക് പ്രധാനപ്പെട്ട 3 ജീവികൾ ഉയരത്തിന്റെ കാര്യത്തിൽ. ആന, ഇത് ഒരു ആന്റലോപ്പാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞോണം ഒക്കാപ്പി എന്ന് പറയുന്ന ജീവിയുണ്ട്. ഈ ബ്രൗസിംഗ് തിയറി, ഇപ്പോൾ ഇതിനകത്ത് ആദ്യം ഇദ്ദേഹം പറഞ്ഞതും ലാമാർക്ക് പറഞ്ഞതും ഡാർവിൻ പറഞ്ഞതും ഉയർന്ന ശിഖരങ്ങളിൽ നിന്ന്, ലാമാർക്ക് പറഞ്ഞ ഇങ്ങനെ എത്തിപ്പിടിച്ച് കുറെ നാൾ കഴിഞ്ഞ് കഴുത്തിന് നീണ്ടു. ഡാർവിൻ പറഞ്ഞത് ഇങ്ങനെ എത്തിപ്പിടിച്ച്, ഉയർന്ന് ആഹാരം കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് നാച്ചുറലി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് ഡാർവിൻ ശ്രമിക്കുന്നില്ല. നാച്ചുറൽ സെലക്ഷൻ വഴി എങ്ങനെയാണ് ജിറാഫിന്റെ കാഴ്ച നീണ്ടതെന്ന് ഞാൻ പറയാം. അതായത് ഡാർവിൻസ് അനുസരിച്ചാണെങ്കിൽ ജിറാഫുകളുടെ ഇടയിൽ ഉയർന്ന വൃക്ഷത്തലപ്പിൽ നിന്ന് ആഹാരം കഴിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ജീവികൾ ഉണ്ടാവും, അതിൻ്റെ അംഗങ്ങളുണ്ടാവും. അവയിൽ ഈ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഹോക്സ് ജീൻസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അനോട്ടമിക്കൽ, അതായത് ഈ കഴുത്തിന് നീളം വെക്കുകയാണല്ലോ. അപ്പോൾ കഴുത്തിൽ ആ സെർവിക്കൽ വെർട്ടബ്രയിൽ ഓരോന്നിനും നീളം വെക്കാനായിട്ടുള്ള ഒരു ജീൻ അവിടെ മാത്രം, ആ സ്ഥലത്തും ആ സ്ഥാനത്തും അതിന് നീളം വെക്കാനായിട്ടുള്ള ഒരു ജീൻ ബൂട്ടിങ് സംഭവിക്കുന്നു. ആ ജീനുകൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ആ ജീൻ ബൂട്ടിങ് സംഭവിക്കുമ്പോൾ അത്തരം ജീവികൾക്ക് ഒരു അഡ്വാൻറ്റേജ് മറ്റംഗങ്ങളിൽ നിന്ന് കിട്ടുന്നു. മറ്റംഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന സ്ഥലത്ത് നിന്ന് ആഹാരം കഴിക്കാനായിട്ടുള്ള ഇല കഴിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നു. സപ്പോസ് ഒരു പർട്ടിക്കുലർ പരിസ്ഥിതിയിൽ ഉയർന്ന തലത്തിൽ മാത്രം ആഹാരം കിട്ടുന്ന ഒരവസ്ഥയിൽ ഈ ജിറാഫുകളുടെ മുൻഗാമികൾ പെട്ടുപോയിരുന്നു എന്ന് കരുതുക. ഞാൻ ഇതായിട്ട് പറയല്ല, താഴെ കിട്ടുന്നില്ല, പുല്ലെല്ലാം കരിഞ്ഞുപോയി, മേളിൽ മാത്രമേ ആഹാരമുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കുറച്ചു കാലത്തേക്കെങ്കിലും ഇത് പെട്ടുപോയി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ കഴുത്തിന് ഈ ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ചവരെ നാച്ചുറലി സെലക്ട് ചെയ്യപ്പെടും. മറ്റുള്ളവർക്ക് കുറച്ച് ആഹാരമേ കിട്ടുള്ളൂ, അവർ നേരത്തെ മരിക്കും, അവർക്ക് പുതിയ തലമുറ ഉണ്ടാവില്ല. മറിച്ച് കഴുത്തിന് നീളമുള്ളവർക്ക് ആഹാരം കിട്ടും, അവ അതിജീവിക്കും, അവ അടുത്ത തലമുറ ഉണ്ടാക്കും. കുറേ കാലം കഴിയുമ്പോൾ ഈ സ്പീഷീസ് മൊത്തം കഴുത്ത് നീണ്ടതായി മാറും. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. ഇത് ജീവി അറിയുന്നുണ്ടാവില്ല, പ്രകൃതി അറിയുന്നുണ്ടാവില്ല. പ്രകൃതി നിർദ്ധാരണം എന്നൊക്കെ പറയുമ്പോൾ പ്രകൃതി നിർദ്ധരിക്കുന്നതല്ല, നാച്ചുറലി സംഭവിക്കുന്ന സാധനമാണ്. നാച്ചുറലി എങ്ങനെയാണോ സംഭവിക്കേണ്ടത് അതേ കണക്ക് സംഭവിക്കണം. അപ്പം ഈ കമ്പീറ്റിംഗ് ബ്രൗസേഴ്സ് എന്ന് പറയുമ്പം ഈ തിയറി, ഈ മേളിൽ ബ്രൗസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അനുകൂലനം എന്ന നിലയിൽ ഇതുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ തിയറി ആണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ തിയറി ഇത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നം, ഞാൻ പറഞ്ഞു ഒരു കാലത്ത് ജിറാഫ് ഇങ്ങനെ ഉയർന്ന തലത്തിൽ മാത്രം ആഹാരം കിട്ടുന്നിടത്ത് മാത്രം ഇപ്പോൾ വന്ന ഒരു സംഭവമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഒരു ജിറാഫിനെ നോക്കുകയാണെങ്കിൽ ആ ജിറാഫ് കൂടുതൽ ആഹാരം സ്വീകരിക്കുന്നത് തറയിൽ നിന്നാണ്. ഏതാണ്ട് 50% സമയവും നിങ്ങൾ ജിറാഫിനെ നോക്കുകയാണെങ്കിൽ അതിന്റെ തല തറയിലാണ്. മനസ്സിലായില്ല? അപ്പോൾ മേളിൽ നിന്ന് കഴിക്കാറുണ്ട്, അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. പക്ഷെ മേളിൽ നിന്ന് മാത്രം കഴിക്കുന്ന ഒരു ജീവിയല്ല. അത് മാത്രമല്ല, ഈ ഒരു റീസെന്റ് സ്റ്റഡി നടന്നില്ലേ, ലോങ് നെക്ഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കഴുത്തിന് നീളമുള്ള ജിറാഫുകളുടെ അതിജീവനത്തിന്റെ റേറ്റ് കുറവാണ്
എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നീണ്ട കഴുത്ത് എന്തായാലും ഒരു പ്രശ്നമാണ്. അതൊരു അറിയാമല്ലോ. അല്ല, പീകോക്ക് എന്ന് പറയുന്നോണം മയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ. മയിലിൻ്റെ ഈ സാധനമൊക്കെ മയിലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രക്ഷപ്പെടാൻ, ഇരകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും ഒരിടത്ത് ഒരുപാട് സ്ഥലം വേണം. പിന്നെ മാത്രമല്ല ഈ പീലികളെയൊക്കെ പോഷകവും ഓക്സിജനും ഒക്കെ കൊടുത്ത് സംരക്ഷിക്കാനും മയിലിൻ്റെ ശരീരത്തിൽ നിന്നാണ്. അതായത് നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു അവയവം ഒരു ജീവിക്കുണ്ടെങ്കിൽ ആ അവയവത്തിന് വേണ്ടുന്ന നറിഷ്മെന്റ് ആ ശരീരത്തിൽ നിന്നാണ് വരേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ആനക്കൊമ്പ് കൊണ്ടുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആനക്കൊമ്പ് മുറിക്കുമ്പോൾ ആനയുടെ ശരീരത്തിലുള്ള അസ്ഥികളിലേക്ക് പോകേണ്ട കാൽസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ആനക്കൊമ്പ് വലുതാവുന്നത്. എലികളെ നോക്കൂ, എലികളുടെ പല്ല് ഇത്രയും ശക്തമാകുന്നത് അതിന്റെ അസ്ഥികൾ അതനുസരിച്ച് ദുർബലമാണ്. കാരണം ഈ കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക കാൽസ്യം ഒന്നും ആരും തരത്തില്ല. മൊത്തം ഒരു ശരീരത്തിലുള്ള അതിൻ്റെ പോഷകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റീസോഴ്സസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു അവയവം വലുതാക്കുമ്പോൾ വേറൊരു അവയവത്തിന് കുഴപ്പം വരും. അതാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള എക്കണോമിക്സ് അല്ല, ഇവല്യൂഷൻ പറയുന്നത് അങ്ങനെയാണ്. അപ്പം താഴെ നിന്നാണ് ആഹാരം കഴിക്കുന്നത് എങ്കിൽ ഈ ബ്രൗസിംഗ് തിയറിക്ക് ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. ദെൻ വാട്ട് മോർ, ദ ജിറാഫ് ഫീഡ് മോസ്റ്റ് ഓഫ്റ്റൻ ആൻഡ് ഫാസ്റ്റർ വെൻ ദെയർ നെക്സ് ആർ ബെൻഡ്. അതാണ് അതിനേക്കാൾ രസം. ഈ ഒരു പശുവൊക്കെ കഴിക്കുന്നത് പോലെ അല്ലെ, അതിനേക്കാൾ സ്പീഡിലാണ് പലപ്പോഴും ജിറാഫ് താഴെ നിന്ന് ആഹാരം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ മേളത്തുള്ളത് മാത്രം, അതൊരു ഹൈപ്പോത്തിസിസ് ആണ്, മേളിൽ മാത്രം ആഹാരം കിട്ടുന്ന ഒരു കാലത്ത് ജിറാഫുകൾ ഉണ്ടാവുകയും അതിൽ നീളം കൂടിയത് അവയുടെ തീരുമാനമല്ല, മറിച്ച് ജനറ്റിക്കലായിട്ടുണ്ടായ ഒരു വേരിയേഷനാണ്, ഒരു റാൻഡം മ്യൂട്ടേഷനാണ്. അത് നാച്ചുറലി സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. കോമ്പീറ്റിംഗ് ബ്രൗസേഴ്സ് തിയറി ശരിയായിരുന്നു എങ്കിൽ, പൂർണ്ണമായും ശരിയായിരുന്നു എങ്കിൽ, ഇതേ നോക്കുക, ജിറാഫിൻ്റെ ഫെർട്ടൈൽ എൻവയറോൺമെന്റ് കഴുത്തിന് നീളം ഉണ്ടാകണം. അതേസമയം ജിറാഫ് ഏരിഡ് എൻവയറോൺമെന്റ്സ്, അത്രയധികം പൊക്കമുള്ള വൃക്ഷങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തായിരുന്നെങ്കിൽ ഇതേ കണക്കൊരു ജിറാഫായിരുന്നു ഉണ്ടാകേണ്ടത്. പക്ഷേ നമുക്ക് ഒരു ജിറാഫേ ഉള്ളൂ, കഴുത്തിന് നല്ല രീതിയിൽ നീളമുള്ള ജിറാഫ് എന്നുള്ളത്. പക്ഷെ ഇതൊരു ആർഗ്യുമെന്റ് ആണ്, കൗണ്ടർ ആർഗ്യുമെന്റ് ആണ്. പക്ഷെ ഇത് കൗണ്ടർ ആർഗ്യുമെന്റ് അത്ര ശക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് നോക്കുക, രണ്ടാമത് വരച്ചിരിക്കുന്ന പടത്തിൽ ഈ മുൻകാലുകൾക്ക് ഭയങ്കര പൊക്കമുണ്ട്. ആ മുൻകാലുകൾ പൊക്കം ഉണ്ടെങ്കിൽ ഇതിനെങ്ങനെ വെള്ളം കുടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഈ മുൻകാലുകൾ ഇങ്ങനെ ഇരിക്കെ ആ ജിറാഫിന് താഴെ വെള്ളം വരണമെങ്കിൽ മുൻകാല് സ്പ്രെഡ് ചെയ്ത് യോഗ മോഡൽ എങ്ങനെ സ്പ്രെഡ് ചെയ്യാതെ കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വരച്ചൊരു പടമാണെന്ന് ഞാൻ പറയും. അവിടെയാണ് രണ്ടാമത്തെ തിയറി വരുന്നത്. അത് ശരിക്കും പീകോക്ക് തിയറി തന്നെയാണ്. ഇപ്പോൾ എന്തിനാണ് മയിലിന് ഈ വർണ്ണാഭമായിട്ടുള്ള പീലികളും ഡാൻസും എന്ന് ചോദിക്കുമ്പോൾ, മയിലിന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് പോഷകങ്ങൾ നഷ്ടമാവുന്നുണ്ട്, മയിലിന്റെ മൊബിലിറ്റിയെ തടയുന്നുണ്ട്, മയിലിനെ ഓടി രക്ഷപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. എന്നിട്ടും എന്തിന് ഈ പീലികളുമായി ഇത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യം, അത് ഇണയെ ആകർഷിക്കാനാണ്, സെക്ഷലി സെലക്റ്റഡ് ആണ് എന്ന്. പീലികൾ കൂടുതലുള്ള മയിലുകൾ, പെൺമയിലുകൾ അവയെ സ്വീകരിക്കുന്നതിനാൽ അത് സെക്ഷലി സെലക്റ്റഡ് ആണ് എന്നുള്ള തിയറിയാണ് നമ്മൾ പറയുന്നത്. പിന്നെ മാത്രമല്ല, ഒരുപക്ഷെ കൂടുതൽ പീലികളൊക്കെ ഉള്ള മയിൽ ഒരുപാട് ദൂരെ അങ്ങ് പോകാതെ തനിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കാം എന്നുള്ള ഒരു സങ്കല്പം കൂടി ആയിരിക്കാം. അതാണ് പീകോക്കിസ് എന്ന് പറയുന്നത്. പീകോക്ക് ഓൺമയിലിൻ്റെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതേ തിയറി തന്നെയാണ് നെക്ക് ഫോർ സെക്സ് തിയറി, രണ്ടാമത്തെ തിയറി ആയിട്ട് നമ്മൾ കാണുന്നത്. ഇത് സിംപിളി പറയുന്നത്, എന്തിനാണ് ജിറാഫിന് നീണ്ട കഴുത്തെന്ന് ചോദിക്കുമ്പോൾ, ഈ കഴുത്തുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുകൊണ്ട് രണ്ട് ആൺ ജിറാഫുകൾ തമ്മിൽ മത്സരിക്കും. കൊണ്ടുവന്ന് വാക്കുകയാണ്. അല്ലെ, രണ്ട് കവുങ്ങുകൾ തമ്മിൽ കാറ്റിൽ കൂട്ടിയിടിക്കുന്ന അതേ കണക്കാണ് ജിറാഫുകൾ അവയുടെ കഴുത്തുകൾ തമ്മിൽ ഇടിക്കുന്നത്. ചിലപ്പോൾ ഇടിക്കുന്നത് പറഞ്ഞാൽ ചില സമയത്ത് ഇതേ കണക്ക് ഇടിച്ച് തലയൊക്കെ തകർക്കും. ചിലപ്പോൾ ഒരുത്തൻ ജയിക്കുന്നവനെ പെൺ ജിറാഫ് സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെക്ഷൽ സെലക്ഷൻ ആയിട്ടാണ് ഈ സാധനം വരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ. നോക്കിയത്, the top or back of the well-armored skull is used as a club to strike the neck, chest, ribs and the legs of the opponents with a force capable of knocking the competitor off balance
ഓർ അൺകോൺഷ്യസ് റോട്ട് സിമൺസ് ആൻഡ് ഷെപ്പേഴ്സ്. ഇതാണ് ഇവരുടെ തിയറിയാണ്. ഈ റോബർട്ട് സിമൺസും ഷെപ്പേഴ്സും ഇവരാണ് ഈ തിയറിക്ക് കഴിഞ്ഞ വർഷം തന്നെ ഈ വർഷം തന്നെ കുറേ ഇത് വന്നിരിക്കുന്നു. ഈ തിയറിയാണ് കൂടുതൽ, നെക്ക് ഫോർ സെക്സ് തിയറിയാണ് കൂടുതൽ ശക്തമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ആകുന്നു. കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കാം, ഇതിൻ്റെ ഒരു വാരിയർ കണക്കുള്ള ഇതാണ് ശരിക്കും. ഇതിൻ്റെ തല ഉണ്ടാക്കിയിരിക്കുന്നതും കഴുത്തുണ്ടായിരിക്കുന്നത് തന്നെ തമ്മിലടിക്കാനാണ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഇതിൻ്റെ സ്കള്ള് കാണിക്കുന്നത്. ഇവര് ഈ തിയറിയുടെ ഒരു വലിയൊരു വക്താവാണ്. ആൻഡ് ഇനിസ് ഡാഗ് എന്ന് പറയുന്ന ഒരു കനേഡിയൻ സുവോളജിസ്റ്റ്. അവരെ ഒരു പ്രസിദ്ധമായ ബുക്കാണ് ജിറാഫ് എന്ന് പറയുന്ന ബുക്ക്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ ജിറാഫിനെ ഇത്രയധികം ഫോളോ ചെയ്തിട്ടുള്ള ഒരു സുവോളജിസ്റ്റ് വേറെയില്ല. അവരും ഈ തിയറിയിലാണ് ശരിക്കും ഉറച്ചു നിൽക്കുന്നത്. ഈ സെക്ഷൽ സെലക്ഷനായിട്ടാണ് കഴുത്ത് വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെതിരെ ഫണ്ടമെന്റലി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ദർ ഇസ് നോ ഓബിയസ് സെക്ഷൽ ഡൈമോർഫിസം ഇൻ ദ നെക്ക് റീജിയൻ. ഡൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും വ്യത്യസ്തത ഉള്ളതായി തീരുക എന്നുള്ളതാണ് ഡൈമോർഫിസത്തിന്റെ അടിസ്ഥാനം. അത് പലപ്പോഴും സെക്ഷുവലി, അതായത് ജീവജാലങ്ങളുടെ ഇടയിൽ ആണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. കുറച്ചുകൂടെ സുന്ദരമായിട്ടോ അല്ലെങ്കിൽ എന്താണ് പറയുക, സുന്ദരമാണെന്നില്ല, പെണ്ണിൽ നിന്ന് കുറേ വ്യത്യാസം. അതായത് ലൈംഗിക അവയവങ്ങളുടെ കാര്യത്തിലല്ല, അത് ഓഫ് കോഴ്സ് ഉണ്ട്. അല്ലാതെയുള്ള ഇപ്പം കൈ, തല, കഴുത്ത്, ഇതൊക്കെ എല്ലാവർക്കും രണ്ടുപേർക്കും തുല്യമാകേണ്ട ഇടത്ത് വരുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ ഡൈമോർഫിസം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജിറാഫുകളുടെ ഇടയിൽ നെക്കിന്റെ കാര്യത്തിൽ ഡൈമോർഫിസം ഇല്ല. അതായത് ഒരു ആൺ ജിറാഫിനും പെൺ ജിറാഫിനും നല്ല നീളമുള്ള കഴുത്തുണ്ട്. പക്ഷെ പെൺ ജിറാഫിന്റെ കഴുത്തിന് നീളം അല്പം കുറവായിരിക്കും. കാരണം അതിന്റെ മൊത്തത്തിലുള്ള ശരീരഭാരവും അതിന്റെ വലുപ്പവും കുറവായതുകൊണ്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നോക്കുമ്പോൾ പെൺ ജിറാഫിന് ഒരു ചെറിയ കുറവുണ്ടെങ്കിലും പെൺ ജിറാഫിന്റെ കഴുത്തും ആൺ ജിറാഫിന്റെ കഴുത്തും നീണ്ടത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് സെക്ഷൽ സെലക്ഷൻ ആയിട്ട് വരുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇതിനകത്ത് വല്ലാതെ നനഞ്ഞു പോകുന്ന ഒരു വാദമാണ് ഈ നെക്ക് ഫോർ സെക്സ് എന്നുള്ള സാധനം. ഇത് രണ്ട് മസായി ജിറാഫ്സ് ആണ്. നോക്കുക, ആണും പെണ്ണും ഉണ്ട്. ഇത് ഇവർ പറഞ്ഞതായിരുന്നു ശരിയെങ്കിൽ ആൺ ജിറാഫ് ഇങ്ങനെ ഇരിക്കണമായിരുന്നു, പെൺ ജിറാഫ് ഇങ്ങനെ ഇരിക്കണമായിരുന്നു, അല്ലേ? ഇങ്ങനെയല്ലല്ലോ. ആൺമയിലും പെൺമയിലും തമ്മിലുള്ള വ്യത്യാസം അവിടെ നമുക്ക് കാണാൻ ഇല്ല. ഇനി മൂന്നാമത്തെ തിയറി, അത് ഒരു പുതിയ തിയറിയാണ്. പക്ഷെ അത് പഴയ തിയറിയാണ്. ഒരുപക്ഷെ ലാമാർക്ക് പറഞ്ഞില്ലാത്തതിന് അതുകൊണ്ട്. അതായത് ജിറാഫ്സ് ലോങ് നെക്ക് ഈസ് എ കോമ്പൻസേഷൻ ഫോർ ഇറ്റ്സ് ലോങ് ലെഗ്സ്. യു ട്രൈ ബെൻഡിങ് ഡൗൺ to drink on these things. The next true provenance is perhaps some combinations of these theories. അതായത് വേറെ ഒന്നുമില്ല, ജിറാഫിന് ആകെ സംഭവിച്ചതാണ് ജിറാഫിന്റെ മുൻകാലുകൾക്ക് നീളം കൂടി. അപ്പൊ പിന്നെ ഒറ്റ രീതിയിൽ അതിന്റെ തറയെ തൊടിക്കാൻ പറ്റൂ, കഴുത്തിന് നീളം കൊടുക്കുക. ഇങ്ങനെയല്ലേ? അപ്പോൾ ഇത്രയും കാല് തമ്മിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് തന്നെയാണ് കഴുത്ത് തുടങ്ങുന്നത്. അപ്പോൾ വേറെ മാറ്റമൊന്നും ജിറാഫിന് വന്നില്ല. ജിറാഫിന്റെ മുൻകാലുകൾക്ക് നീളം വർദ്ധിച്ചു. അതനുസരിച്ച് അതിൻ്റെ കഴുത്ത് നീളമുണ്ടെങ്കിൽ മാത്രമേ തറയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ. ഇതാണ് മൂന്നാമത്തെ തിയറി. ഇതും പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് എക്സ്പ്ലെയിൻസ്. അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയെങ്കിലേ അങ്ങനെ ആയി എന്ന് പറയുന്നതുകൊണ്ടൊരു തിയറി നമ്മൾ അതിന് വേറൊരു പേര് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു പൂർണ്ണമായ ഒരു എക്സ്പ്ലനേഷൻ അവിടെയും കിട്ടുന്നില്ല. ഇപ്പോൾ കൂടുതലും ആളുകൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന ലോകം ബ്രൗസിങ് തിയറിയിലേക്ക് തന്നെയാണ്. ഉയർന്ന ബ്രാഞ്ചിലേക്ക് പോയവ നാച്ചുറലി സെലക്ട് ചെയ്യപ്പെട്ടു, അങ്ങനെയുള്ളവരുടെ കഴുത്ത് നീണ്ടു എന്നുള്ള തിയറിയിലേക്കാണ് ഡോക്ടർ എലിസ കാമറോൺ, ജോഹാൻ ടൂഡിറ്റ് എന്ന് പറയുന്ന രണ്ട് പേര്. ഇനി ഇവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ജിറാഫ് എന്ന് പറയുന്നത് മാനത്തുനിന്ന് പൊട്ടി വീണ ഒരു സ്പെഷ്യൽ ജീവിയൊന്നും അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലാറിഞ്ചിയൽ നെർവ്. ലാറിഞ്ചിയൽ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, തലച്ചോറിൽ നിന്ന് പുറപ്പെട്ടിട്ട് ലാരിങ്സ് എന്ന് പറയുന്ന നമ്മളുടെ സൗണ്ട് ബോക്സിലേക്ക് പോകുന്ന ഒരു സാധനമാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വേഗസ് നെർവിന്റെ ഒരു ബ്രാഞ്ചാണ് ലാറിഞ്ചിയൽ നെർവ്. ഇത് തിരിച്ച് അവിടെ ലാരിങ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്നത്. ഇതിന്റെ ഒരു കാര്യം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നെർവിന് ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രം തുടങ്ങുന്നത് ശരിക്കും മീനിലാണ്, മത്സ്യത്തിലാണ്. മത്സ്യത്തിന് അതിന്റെ ചെറിയ തലച്ചോറ്, ആ കാണുന്ന ചെറിയ തലച്ചോറ്, ആ ഉണ്ട പോലെ കാണുന്ന സ്ഥലം, അതിൽ നിന്ന്
അതിന്റെ ഗിൽസിലേക്ക്, അതിന്റെ ചെകിളകളിലേക്ക് ഉള്ള ഒരു കണക്ഷൻ ആയിരുന്നു ഇത്. അപ്പം യഥാർത്ഥത്തിൽ അതിന്റെ നാലാമത്തെ 1, 2, 3, 4 കാണാൻ കഴിയുന്നുണ്ട്? അത് കിട്ടുന്നില്ല അവിടെ അല്ലേ? മത്സ്യത്തിന്റെ നാലാമത്തെ ഇത് നേരെ വന്നതിന്റെ ഗില്ലിലേക്ക് പോകുന്ന ഒരിതായിരുന്നു. പക്ഷെ അത് ആംബീബിയൻ ആയപ്പോൾ കുറച്ചുകൂടെ അതിന്റെ ഹൃദയം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇങ്ങോട്ടായി. ആംബീബിയനിൽ ഒരു കഴുത്തൊക്കെ വരും, അറിയല്ലേ? മീനും തവളയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ പോയി ഇതിലേക്ക് വന്നു. ഉരകം വന്നപ്പോൾ തലച്ചോറിൽ നിന്ന് വന്നിട്ട് ഹൃദയം കുറച്ചുകൂടെ പുറമുണ്ട്, ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ വന്നു. മനുഷ്യൻ വരുമ്പോഴും അത് തന്നെയാണ്. ഈ റൂട്ട്, ഈ നെർവ് മാറ്റുന്നില്ല. കാരണം എന്താണ്? ബ്ലൈൻഡ് ആണ്, ഡിസൈൻഡ് അല്ല, മാറ്റി കൊടുക്കാൻ ആളില്ല, പ്ലഗ് ഊരി കുത്താൻ ആളില്ല. ഇതേ കണക്കാണ്. ഇത് ജിറാഫിൽ വരുമ്പോഴാണ് രസം. ജിറാഫിൽ വരുമ്പോൾ തല, മേളിയിരിക്കുന്ന തല, തൊട്ടടുത്ത് ലാറിങ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്താൽ മതി. മറിച്ച് ഇതിങ്ങനെ പോയി അവിടെ അയോർട്ട, അവിടെ ഹൃദയത്തിന്റെ വാൽവ് ചുറ്റിട്ട് കയറി മീറ്ററുകൾ കണക്ക് കയറി വരിക. കോമൺ ആൻസസ്റ്ററിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എങ്ങനെയാണോ ലാറിങ്സിലേക്ക് തലച്ചോറിൽ നിന്ന് വരുന്ന ആ നാഡി കണക്ട് ചെയ്യേണ്ടിരുന്ന ഏറ്റവും എളുപ്പമാർഗം ഇങ്ങനെയായിരുന്നു. മറിച്ച് ഇങ്ങനെ പോയി. കാര്യം ഇറ്റ്സ് എ ബ്ലൈൻഡ് പ്രോസസ്. അതാ നോക്കുക, നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് ആ 2 ലക്ഷ്യസ്ഥാനം, തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഏതാനും സെന്റിമീറ്ററുകളുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ സഞ്ചരിക്കുന്നത് മീറ്റർ കണക്കിന്. അതായത് 10, 13 മീറ്റർ, 14, 15 മീറ്റർ ആണ് ഈ സാധനം സഞ്ചരിക്കുന്നത്. എന്തൊരു വേസ്റ്റാണ്. ഒരുപക്ഷെ ഇവല്യൂഷൻ ഉണ്ടാക്കിയത്, ഇവല്യൂഷൻ നിയന്ത്രിച്ചത് ഈ സെന്റിമീറ്റർ അനുസരിച്ച് റോഡ് പണി ചെയ്യുന്ന ഏതെങ്കിലും കോൺട്രാക്ടർ ആയിരുന്നോ എന്ന് വേണമെങ്കിൽ നമ്മൾ സംശയിക്കണം. കാര്യം എത്ര സെന്റിമീറ്റർ കൂടുതലുണ്ടോ അത്രയും പൈസ കിട്ടുമല്ലോ. അല്ലെ, ഇത് ഷിയർ വേസ്റ്റേജ് ആണ്. പക്ഷെ ഈ വേസ്റ്റേജ് നാച്ചുറൽ സെലക്ഷനിൽ സംഭവിക്കും. കാരണം there is nobody to look after, nobody to monitor. It's a blind, targetless, directionless process. ഇത് ഇവല്യൂഷനിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ഇവല്യൂഷന്റെ ഏറ്റവും വലിയ ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ജിറാഫ്. അതുകൊണ്ടാണ് ജിറാഫിന്റെ കഴുത്തിന് ഞാൻ അത്രയൊരു പ്രാധാന്യം കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ തന്നെ എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ റൂട്ട് കണ്ടില്ലേ, 15 മീറ്ററാണ് സഞ്ചരിക്കുന്നത്. 1/2 മീറ്റർ കൊണ്ട് തീർക്കേണ്ട കാര്യത്തിനാണ് 15 മീറ്റർ. മത്സ്യത്തിലാണെങ്കിൽ ആ പ്രശ്നമില്ല. മത്സ്യത്തിൽ വളരെ അടുത്താണ് തലച്ചോറിൽ നിന്ന് വരുന്നത്, ഹാർട്ട്. ഇത് ഡോക്കിൻസ് ഒരു ജിറാഫ് സൂവിൽ മരിച്ചപ്പോ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഇതിന്റെ ലാറിഞ്ചിയൽ നെർവ് എന്തുമാത്രം ദൂരം സഞ്ചരിക്കുന്നത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. There's a nerve called the recurrent laryngeal which runs from the brain, and its end organ is the larynx, and you think it would just go straight there, but in a human what it does is goes down into the chest, loops around one of the main arteries in the chest, and then goes straight back up again. Obviously a ridiculous detour. No engineer would ever make a mistake like that. In our bodies, the laryngeal nerve takes a circuitous route, but what happens in an animal with a neck as long as this? It's one of the great evolutionary enigmas that Richard Dawkins is keen to resolve in The Flesh. Interestingly, it's never been dissected out, or only once before has it ever been dissected out in its full length, and that was in 1838. 1838 അവസാനം ചെയ്തത്. I'm too good an anatomist for that. You have to trust me now. Here is the beginning of that nerve. It actually starts out as a separate nerve, but as a branch coming off of a bigger nerve called the vagus nerve. And this is going to keep running all the way down the body. So you'll see it again over here, all the way down the neck on both sides. So you can see it again right there. Yes. And this is going to wrap around the great vessels coming out of the heart. So here it is wrapping around that, and then it continues right there. So here's the vagus going down, and here's the vagus continuing. Right. And right over here, there's a branch right there. So it's looping and it's coming back, it's doing a U-turn all the way down here. So it's traveled that entire distance to make a U-turn to go all the way back up again. And so now we can follow it going back up again. So we follow this branch, and if we look, we see it again over here. Here it is, like that. And here you see it going up.
This is the voice box, the larynx, and so you can see it going right into the back of the larynx here. And as it innervates this area, it controls the muscles that then control making sounds, but also coordinating breathing and swallowing in this area. So this is a very important nerve. Interestingly, where it ends is pretty close to where it started. It started here, coming out of the brain. It really only needed to go about 2 inches. Yes, amazing. But it went all the way down and came all the way back. Yes. That's a beautiful example of historical legacy as opposed to design. Exactly. This is not an intelligent design. An intelligent design would be to go from here to here. Yes. It does kind of beg the question, though, that even in an ഈ പലരും ക്രിയേഷനിസവും ഇന്റലിജന്റ് ഡിസൈനും ഒക്കെ പറയുന്നവർ ഈ ഒരു ഒറ്റ സാധനത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട് ഈ ലാരിഞ്ചിയൽ നെർവ് അടുത്ത് വെച്ച് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം? ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശക്തിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കത്തേ ഉള്ളൂ. അല്ലാതെ ഈ 15 മീറ്റർ വെച്ചുള്ള ഒരു സഞ്ചാരം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ഇതാണ് ഞാൻ നോക്കുന്നത്. ഈ 1, 2 ഇതാണ് അതിൻ്റെ കണക്ഷൻ. പക്ഷെ അവിടെ വന്നിരിക്കുന്നുണ്ടല്ലേ. ഇനി ഇതിന് ജനറ്റിക് അസിസ്റ്റൻസ് ഞാൻ പറഞ്ഞില്ലേ, ലോങ് നെക്ക് ഉണ്ടാക്കുന്ന, അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. FGFR-L1 എന്ന് പറയുന്ന ഒരു ജീനും അതുപോലെ തന്നെ 4 ഹോമിയോബോക്സ് ജീൻസും, ഇതുമാണ് പ്രധാനമായിട്ടും ഈ കഴുത്തിന്റെ നീളത്തിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഈ ഹോമിയോബോക്സ് ജീൻസ് എന്ന് പറയുമ്പോൾ ഹോക്സ് ജീൻസ് രണ്ടും ഒന്നല്ല. ഹോമിയോബോക്സ് ജീൻസിൽ കുറേ ജീൻസ് ഹോക്സ് ജീൻസ് ആണ്. ഹോക്സ് ജീൻസിനെ കുറിച്ചുള്ള പഠനം വെച്ചുകൊണ്ടാണ് നമ്മളിത് ശരിക്കും ഇതിലേക്ക് എത്തിച്ചേർന്നതേ ഉള്ളൂ. ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ഇനി ഞാൻ ജിറാഫിനെ കുറിച്ച് പൊതുവായ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, അതിൻ്റെ ബ്ലഡ് പ്രഷർ, അതിൻ്റെ ഹാർട്ട്, അതുപോലെ തന്നെ അതിൻ്റെ കഴുത്തിന് എങ്ങനെ നീളം വെച്ചു, അതിൻ്റെ കഴുത്തിൻ്റെ നീളം വെച്ചതിന് ശേഷമുള്ള 3 തിയറികളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം റിക്കറൻറ്റ് ലാറിഞ്ചിയൽ നെർവിനെ കുറിച്ച് പറഞ്ഞു. ഇനി എനിക്ക് അവസാനം പറയാനുള്ളത്, ജിറാഫ് എന്ന് പറയുന്നത് അതിജീവിച്ചു വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ക്രെഡിറ്റാണ്. ഒരു ഡിഫിക്കൽട്ട് കോമ്പോസിഷനാണ്, ഒരു പസിലിംഗ് കോമ്പോസിഷനാണ്. അപ്പോൾ അത്തരം ജീവികളെയൊക്കെ നമ്മൾ പരിരക്ഷിക്കാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് കൂടിയാണ്. ആഫ്രിക്കയിൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ഇല്ല. അപ്പോൾ അത്തരം ജീവികളെയൊക്കെ, പക്ഷേ ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ ജിറാഫ് പോപ്പുലേഷൻ ഹാവ് ഡെക്ലൈൻഡ് ബൈ 40% ഓവർ ദ ഫാസ്റ്റ് 15 years. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 40% കുറവാണ് ജിറാഫിൻ്റെ പോപ്പുലേഷന്. ഈ ഒരു സ്ത്രീ സബ്രീന കൊർഗറ്റലി എന്ന് പറയുന്ന അവര് ഒരു ജിറാഫിനെ കൊന്നിട്ട് അതിൻ്റെ കൂടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ്. ഒരുപക്ഷെ ഇൻഡിപെൻഡന്റ് വന്നൊരു വാർത്തയാണ്. ഒരുപക്ഷെ കേരളത്തിലൊക്കെ ആണെങ്കിൽ, ഒരുപക്ഷെ അല്ലെ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊരു വലിയ വീര കാര്യമായിട്ട് കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ ഇവരൊക്കെ 70,000 കമന്റുകളാണ് ഇവർക്കെതിരെ വന്നത് എന്നുള്ളതാണ്. അതെല്ലാം തന്നെ ഇവരെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കമന്റുകളാണ്. മിണ്ടാപ്രാണികളെ കൊല്ലുകയും അതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യും, അതും ജിറാഫ് പോലെയുള്ള ഒരു ജീവി. അതിൻ്റെ പുറകിലാണ് മറ്റൊരു വാർത്ത, അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓഗസ്റ്റ് 2016 ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇതൊരു പെൺകുട്ടി, 12 വയസ്സുകാരി ഒരു പെൺകുട്ടി, അവളുടെ പേരൻസ് ഇതേ കണക്ക് പോയി കൊന്നിട്ട് അതുമായിട്ടൊന്ന് ഫോട്ടോ ചെയ്യാണ്. എന്നിട്ട് ഇവളുടെ ഇൻ്റർവ്യൂ, ഇവരുടെ 2 പേരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നതിന് ശേഷം ഇവർ 2 പേരും പറഞ്ഞത് ഞങ്ങൾ ഇനിയും ഇത് ചെയ്യും എന്നാണ്. ഈ പെൺകുട്ടിയും പറഞ്ഞത്. പിന്നെ അവരുടെ മറ്റൊരു കാര്യം കൂടി അവകാശപ്പെട്ടു, ഇവർക്ക് മൃഗങ്ങളോട് വലിയ സ്നേഹമാണ് എന്ന് പറയാനും ഇവർ മറന്നില്ല. ഇനിയും ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു മനോഹരമായ ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ ഇത് സമപ്പ് ചെയ്യാം. African elephants are being born without tusk due to poaching, researchers say. ഇത് ആഫ്രിക്കൻ എലഫൻസിലെ ഫീമെയിൽ എലിഫൻസ്. അവയിൽ ഏതാണ്ട് 4 മുതൽ 6% വരെ ആനകൾക്ക് കൊമ്പുണ്ടായിരുന്നു. ആനക്കൊമ്പ് ചൈന പോലെയൊക്കെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ വ്യവസായം. ആനക്കൊമ്പൊക്കെ സൂക്ഷിച്ച വലിയ വലിയ ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ആനക്കൊമ്പ് വേട്ട കാരണം കൊമ്പന ആനക്കൊമ്പുണ്ട്, അതുപോലെ തന്നെ ഈ പെണ്ണാനയ്ക്ക് അതിൽ ഏതാണ്ട് 6%, 4 മുതൽ 6% വരെ, ഒരു ആവറേജ് 4% ഉണ്ടായിരുന്നു, കൊമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നിട്ട് an increasing number of African elephants are now born tuskless because the poachers have consistently targeted animals with the best ivory over decades, fundamentally altering the gene pool. In some areas, 98% of the female elephants now have no tusk.
അതായത് 2% കുറഞ്ഞിരിക്കുന്നു. ഈ 6%, 4 മുതൽ 6% നിന്ന് 2% ഇപ്പോഴത്തെ ജനറേഷൻ ആഫ്രിക്കൻ ആനകൾക്ക് കൊമ്പില്ല. അതായത് ഇനി കുറെ കഴിയുമ്പോൾ ആഫ്രിക്കൻ ആനകൾ, പെണ്ണാനകൾക്ക് കൊമ്പുണ്ടാവില്ല. അതിന്റെ ജീൻ പൂൾ ആൾട്ടർ ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് പെണ്ണാനകളിൽ കൊമ്പുള്ളവയും കൊമ്പില്ലാത്തവയും ഉണ്ട്. കൊമ്പുള്ളവ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 4%, 5% എന്നിരിക്കട്ടെ. ഈ കൊമ്പുള്ളവയെല്ലാം തന്നെ കൊമ്പിന് വേണ്ടി കൊല്ലപ്പെടുമ്പോൾ അവ ലൈൻ ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് പുറത്താവുകയാണ്. അവയ്ക്ക് അതിജീവനം ഉണ്ടാകുന്നില്ല. ആ ജീനുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യും? കൊമ്പുള്ളവയ്ക്ക് അടുത്ത തലമുറ ഉണ്ടാവുന്നില്ല, കൊമ്പില്ലാത്തവയ്ക്ക് മാത്രമേ അടുത്ത തലമുറ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി പിന്നീട് വരുന്ന ആനകളെല്ലാം തന്നെ കൊമ്പ് ഇല്ലാത്തവയായിരിക്കും. കൊമ്പുള്ളവ വളരെ കുറവായിരിക്കും. കുറെ കഴിയുമ്പോൾ കൊമ്പുള്ളവ പിന്നെയും കുറയും, പിന്നെ കഴിയുമ്പോൾ പിന്നെയും കുറയും, പിന്നെയും കുറയും. അരി എന്താണ്? നിങ്ങൾ വേട്ടയാടുന്നത് കൊമ്പാണ്. കൊമ്പെടുത്തു കഴിഞ്ഞാൽ ആന എത്തൂല്ലേ? അപ്പം ആഫ്രിക്കൻ ആനകളിലെ പെണ്ണാനകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് നാച്ചുറൽ സെലക്ഷൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെയാണ് നാച്ചുറലി സെലക്ട് ചെയ്യുന്നത്. ആനകളെ കൊമ്പ് വിഴുങ്ങുന്നൊന്നുമല്ല. കൊമ്പുള്ളവയും കൊമ്പില്ലാത്തവയും ഉണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് 4 മുതൽ 6% കൊമ്പുള്ളവ ഉണ്ടായിരുന്നു. കൊമ്പുള്ളവയെ നിങ്ങൾ കൊല്ലുന്നു. അങ്ങനെ വരുമ്പോൾ അവ ലൈൻ ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി മാറി പുറത്താകുന്നു. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഇപ്പോൾ 2% ഉള്ളൂ. കുറെ കഴിയുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 1% ആവും. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഇല്ലാതാവും. പിന്നെ കുറെ കഴിയുമ്പോൾ ആഫ്രിക്കയിലെ ആനകൾക്കൊന്നും, പെണ്ണാനകൾക്കൊന്നും, ആ റീജിയനിലുള്ള ആനകൾക്ക് കൊമ്പുണ്ടാവില്ല. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഉദാഹരണം കൂട്ടിയത്. എങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ? ആരും ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, തന്നെ പുറത്തു പോകുന്നു. അപ്പം എനിക്ക് പറയാനുള്ള ഇതാണ്, പലപ്പോഴും നമ്മളുടെ സാമ്പത്തികമായ നേട്ടത്തിനും വിനോദത്തിനും വേണ്ടി നമ്മൾ ചെയ്യുന്നത് ശരിക്കും യു ആർ ആക്ച്വലി പ്ലേയിങ് വിത്ത് ദെയർ ലൈഫ്. എ സ്പോർട്ട് ഫോർ യു, എ ലൈഫ് ടു ഹിം. ഇത്രയും നേരം ഈ വിഷയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.